السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന് പറയുന്ന പുസ്തകമാണ് അതിന്റെ ചില പണ്ഡിതന്മാരുടെ വിശദീകരണത്തോടുകൂടി നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾ അറിവില്ലാതെ ആണെങ്കിൽ പോലും ചില വാക്കുകൾ പറയുമ്പോൾ അതോടുകൂടി അയാൾ കാഫറായി തീരുമെന്നും അയാൾക്ക് അറിവില്ലായ്മയുടെ ഉഴ്ദറ് ന്യായം അല്ലെങ്കിൽ കാരണം നൽകപ്പെടുകയില്ല എന്ന വാചകത്തെ വിശദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് പണ്ഡിതന്മാർ ആ വാചകത്തെ ഉദ്റുബിൽ ജഹിൽ, അറിവില്ലായ്മ കൊണ്ട് ഒരാൾ ശിക്ഷിക്കപ്പെടാതിരിക്കുമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകൾ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇതേ വാചകത്തെ സംബന്ധിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉതൈമീൻ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അബ്ദുൽ വഹാബിന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കശ്ഫ് ശുബ്ഹാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഉതൈമീൻ പറയാൻ തഅലീഖുന അലാ ഹാദിഹിൽ ജുംല മിൻ കലാമിൽ മുഅല്ലിഫ് റഹിമഹുല്ലാ, ഈ ഗ്രന്ഥകർത്താവായ അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സംസാരത്തിലുള്ള ഈ വാചകത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള അഭിപ്രായം, തഅലീഖ്, അനുബന്ധം, അതായത് ഒരാൾ കുഫ്റിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ കാഫറായി തീരും, അയാൾ അറിവില്ലാതെയാണ് പറഞ്ഞത് എങ്കിൽ പോലും, ഇതാണ് ഇവിടുത്തെ വാചകം, അങ്ങനെയുള്ള ആൾക്ക് ഉദ്റ് നൽകപ്പെടുകയില്ല, അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല എന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വാചകത്തെക്കുറിച്ച് ഷെയ്ഖ് ഇബ്നുൽ ഉതൈമീൻ പറയാണ്, ലാ അദുന്നു ഷെയ്ഖ് റഹിമഹുല്ലാ ലാ യറൽ ഉദ്റ ബിൽ ജഹൽ اللهم إلا أن يكون منه تفريط بترك التعلم مثل أن يسمع بالحق فلا يلتفت إليه ولا يتعلم وهذا لا يعذر بالجهل. അറിവില്ലാതെ ഒരാൾ ഒരു കുഫറിന്റെ വാചകം പറഞ്ഞാൽ പോലും അവൻ കാഫറായി തീരും, അവന് അറിവില്ലായ്മയുടെ ഒരു ഉദ്റ് നൽകപ്പെടുകയില്ല. അതിനെ വിശദീകരിച്ചാണ് പറയുന്നത്, ഉദ്റുൽ ജഹിൽ തീരെ ഇല്ല എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിന് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ, ഈ വാചകം അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല. ഉദ്റുൽ ജഹിൽ ഉണ്ട്, തീരെ ഇല്ല എന്നല്ല, ഉണ്ട് എന്നാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വീക്ഷണം. ശരിയാണ്, തർക്കമില്ല. പക്ഷെ അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലാ അൻ യകൂന മിൻഹു തഫ്രീത്ത്, ഒരാളിൽ നിന്ന് തഫ്രീത്ത്, വീഴ്ച വരുത്തുക എന്നത് ഉണ്ടായാൽ ഒഴികെ. അപ്പോൾ ഉദ്റുൽ ജഹിൽ ഉണ്ട്, എന്നാൽ ആർക്കില്ല? ഒരാൾ വീഴ്ച വരുത്തി, എന്ത്? ബിതർക്കി തഅല്ലുമി, പഠിക്കുക എന്ന കാര്യം ഉപേക്ഷിച്ചുകൊണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല, ഖുർആൻ എന്താണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത് എന്ന് പഠിക്കുന്ന കാര്യം ഒഴിവാക്കിക്കൊണ്ട് വീഴ്ച വരുത്തിയ ആൾക്കൊഴികെ എന്ന് പറഞ്ഞാൽ അവന് ഉദ്റില്ല, ഉദ്റുബിൽ ജഹിലില്ല. ഒരുത്തൻ പഠിക്കാനുള്ള അവസരം ഉണ്ടായി, ഖുർആൻ കേൾക്കാനുള്ള അവസരമുണ്ടായി, മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകനിലൂടെ നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ, അങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് കേട്ടാൽ മതി. കേട്ട ആളുടെ ബാധ്യതയാണ് എന്താണ് ഖുർആൻ, ഇവിടെ മുസ്ലിം എന്ന ആൾക്കാരുണ്ടോ, അവരാരാണ്, അവരുടെ വിശ്വാസം എന്താണ് അവർ പറയുന്നത് എന്ന് പഠിക്കാതെ അതിൽ വീഴ്ച വരുത്തിയാൽ അവന് ഉദ്റുബിൽ ജഹിലില്ല. കാരണം ഓ പഠിച്ചിട്ടില്ല, പഠിക്കാത്തവന്റെ കുറ്റാണ്. എന്നിട്ട് ഉദാഹരണം പറയാൻ, മിഥല അൻ യസ്മഅ ബിൽ ഹഖ്, ഒരാൾ ഹഖ്, സത്യത്തെക്കുറിച്ച് ഒരുത്തൻ കേൾക്കുന്നു. അപ്പൊ ഇവിടെ നാട് നിങ്ങളെ കേരളത്തിൽ പ്രസംഗം നടക്കുന്നുണ്ട്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഏത് ഗ്രൂപ്പാണെങ്കിലും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ശിർക്കിനെതിരെ ശ്രദ്ധിക്കുന്നു. അപ്പൊ അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓനെ നമുക്ക് ഈ കൂട്ടത്ത് കൂട്ടാം. ആദ്യം പറഞ്ഞേ, അപ്പൊ ഒരുത്തൻ ഹക്ക് കേൾക്കുന്നു, പക്ഷേ ഫലാ യൽതഫിതു ഇലൈഹി, ആ കേട്ട കാര്യത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നേയില്ല, വലാ യതഅല്ലമു, അവൻ പഠിക്കുകയും ചെയ്യുന്നില്ല. ഫഹാദാ ലാ യുഅ്ദറു ബിൽ ജഹ്ലി, അങ്ങനെ പഠിക്കാൻ അവസരമുണ്ടായിട്ടും പഠിക്കാത്ത ഇവന്
അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല. അപ്പൊ വളരെ വ്യക്തമാണ്. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അഭിപ്രായം എന്ന് ആരാ പറയണത്? ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ. അപ്പോ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ചില ആളുകൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരികയും എന്നിട്ട് ചില സംസാരങ്ങൾ ഇപ്പൊ അടുത്ത് നടന്നു. അതിൽ പറയണ എന്താ, രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഏതും സ്വീകരിക്കാം എന്ന മട്ടിൽ അറിവില്ലായ്മന്റെ ആനുകൂല്യം ഇല്ല എന്ന അഭിപ്രായമുണ്ട്, ഉണ്ട് എന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് എന്ന അഭിപ്രായത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ. അപ്പൊ ഇവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഉദ്റുൻ ബിൽ ജഹ്ല് ഉണ്ട് എന്നതിൽ ആർക്കും തർക്കമല്ല. ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു ഉദ്റുൻ ബിൽ ജഹ്ല് ഉണ്ട്. ഇല്ല എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിന് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണതാണ് ഉദ്റുൻ ബിൽ ജഹ്ല് ഉണ്ട്. പക്ഷെ ആർക്കാണുള്ളത് ആർക്കാണില്ലാത്തത് അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇന്നിപ്പോ ഇവിടെ ചില ആളുകൾ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജാറങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോരാത്ത അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിൽപ്പെട്ട അത്തരം വിശ്വാസവും പ്രവർത്തനങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകൾക്കൊക്കെ അറിവില്ലായ്മയുടെ ആനുകൂല്യമുണ്ട്. കാരണം ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരമില്ലാത്തവൻ ചെയ്താൽ അവനത് ശിർക്കാണ് എന്ന് പറയാമെങ്കിലും അവൻ മുശ്രിക്കാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അവരെയൊക്കെ മുസ്ലിങ്ങളായി കൂട്ടണം, അവരുടെ പിന്നിൽ പോയി നമസ്കരിക്കണം, അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കണം, അവരറുത്തത് തിന്നാം, അവർക്ക് കെട്ടിച്ചു കൊടുക്കാം, ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാം, ഒരു വ്യത്യാസം വരുത്തേണ്ടില്ല. കാരണം ഒരു വിവരമില്ലാത്ത ചെയ്താണ്. അപ്പൊ വിവരമില്ലാത്തതിന്റെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം, അതുകൊണ്ട് അവരെയും മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നാണ് ഒരു കൂട്ടം ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാദം പറയുകയും അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വസ്തുത മനസ്സിലാക്കാതിരിക്കുകയോ മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പിഴപ്പിക്കുകയോ ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഇവിടെ വ്യക്തതാണ്. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പരിപാടികൾ, സമ്മേളനങ്ങളായാലും പൊതുപരിപാടികളായാലും ക്യാമ്പുകളായാലും ലേഖനങ്ങളായാലും മാസികകളിലൂടെ എഴുതുന്ന പരിപാടികളായാലും ഒട്ടുമിക്ക ഖുതുബകളിൽ പോലും വെള്ളിയാഴ്ചകളിൽ, അതുപോലെ ഇന്നിപ്പോ എവിടെയും പോയി കേൾക്കേണ്ട കാര്യമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പും അതുപോലെ തന്നെ ടെലിഗ്രാം ഇങ്ങനെയുള്ള മീഡിയകളിലൂടെ നിരന്തരം തൗഹീദിന്റെ സംസാരങ്ങൾ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ഭാഷയിലും തൗഹീദിന്റെ ശബ്ദം ഇവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഇനി കേട്ടിട്ടും അത് തിരിഞ്ഞു നോക്കുകയോ പഠിക്കാതെയോ പോകുന്ന ആളുകളാണ് ഇവിടെ ഭൂരിപക്ഷ ആളുകളും. അതല്ലാതെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ലോകത്തുണ്ട് എന്നറിയാത്ത ഏത് മനുഷ്യനാണുള്ളത്? അങ്ങനെ കേൾക്കുകയും എന്നിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അവന് അറിവില്ലായ്മയുടെ ആനുകൂല്യം കിട്ടുകയില്ല. കാരണം എന്താ? ഓൻ വീഴ്ച വരുത്തി. ഇവിടെ ഉപയോഗിച്ച വാക്കതാ തഫ്രീതുൻ ബിതർക്കി തഅല്ലും. ഫറത എന്നാൽ വീഴ്ച വരുത്തുക എന്നാണ്. പഠിക്കുന്ന കാര്യത്തെ ഉപേക്ഷിച്ച് വീഴ്ച വരുത്തുക. അപ്പോ പഠിക്കാൻ വരൂ എന്ന് ക്ഷണിക്കുന്നു, പരിപാടികൾ നടത്തുന്നു, ഒരു മുടക്കൂല്ലാതെ കേൾക്കാൻ സാധിക്കുന്നു, എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, തൗഹീദിന്റെ ആയത്തുകളെ ശിർക്കിന് വേണ്ടി ന്യായീകരിക്കുന്ന, അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് പോകുന്നതിന് പകരം ജാറങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ആനുകൂല്യം ഉണ്ടെന്ന് പറയുക? അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ഫഹാദാ ലാ യുഅ്ദറു ബിൽ ജഹ്ൽ വഇന്നമാ ലാ അظن ذلك من الشيخ لأن له كلاما آخر يدل على العذر بالجهل وإنما لا أظن ذلك من الشيخ. ഷെയ്ഖിൽ നിന്ന് ഇത് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീരെ ഉദ്ർ ഇല്ല എന്ന് പറയുന്നില്ല. ഉദ്റുണ്ട്, പക്ഷെ ആർക്കാണ്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഷെയ്ഖിന് അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബിന് വേറെ ഒരു വാചകമുണ്ട്. ആ വാചകം എന്താണ്? യദുല്ലു അലൽ ഉദ്രി ബിൽ ജഹ്ലി, അറിവില്ലായ്മയുടെ ആനുകൂല്യം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ എന്താ? രണ്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ആരെ സംബന്ധിച്ചാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ആർക്കുണ്ട്? കേൾക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് ഉദ്റുൻ ബിൽ ജഹ്ലുണ്ട്. എന്നാൽ കേൾക്കാൻ അവസരമുണ്ടായിട്ടും അത് ശ്രദ്ധിക്കാത്ത, പഠിക്കാത്ത ആളുകൾക്ക് ഉദ്റുൻ ബിൽ ജഹ്ൽ തൗഹീദിന്റെ കാര്യത്തിൽ ഏതായാലും ഇല്ല എന്നാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ തന്നെ അദ്ദേഹത്തിന്റെ ചില വാചകത്തോടെ വായിക്കുന്നില്ല, അത് ഇൻഷാ അല്ലാഹ് വേറെ ക്ലാസ്സിൽ പറയും. അദ്ദേഹം പറയുന്നുണ്ട്, ചില അറബ് നാടുകളിൽ നിന്ന് പോലും ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു. എവിടെ? സൗദി അറേബ്യയിൽ മക്കത്തും മദീനത്തും ഹജ്ജിനും ഉംറയ്ക്കായിട്ട് വരുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ആ കൂട്ടത്തിൽ സാധാരണക്കാരായ മുശ്രിക്കുകളായ ആളുകളുണ്ട്. മുശ്രിക്ക് ഹജ്ജിന് പോകുമോ? ഇല്ല. പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത്? അതും നമ്മുടെ നാട്ടിലെ ഇന്ത്യയെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനെന്നോ പോണ ആളുകളെ കുറിച്ചല്ല. അറബ് നാടുകളിൽപ്പെട്ട
അറബികളായ മുസ്ലിങ്ങൾ. പക്ഷെ ആ മുസ്ലിങ്ങൾ സാധാരണക്കാരായ മുശ്രിക്കുകൾ എന്നാണ് അദ്ദേഹം ആ വാചകത്തിൽ സൂചിപ്പിക്കുന്നത്, ശൈഖ് ഇബ്നുൽ ഉത്തൈമീൻ. എന്നിട്ട് പറയുന്നു, അവരിൽ സ്വരീഹായ വ്യക്തമായ പച്ചയായ ശിർക്കുണ്ട് എന്നിട്ട് ശൈഖ് പറയാണ്, അവരോട് പറയപ്പെടും നിങ്ങളുടെ ഈ വിശ്വാസം ശിർക്കാണെന്ന് അവരോട് പറയപ്പെടും. യുഖാലു ലഹും, അവരോട് പറയപ്പെടും. പക്ഷേ അവരത് ശ്രദ്ധിക്കുകയോ അന്വേഷിക്കുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഉദ്റും ബിൽ ജഹൽ ഇല്ല. അപ്പോ മുഹമ്മദ് അൽ വഹാബിന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞ ശൈഖ് ഇബ്നുൽ ഉത്തൈമീൻ തന്റെ വീക്ഷണം ഇതുതന്നെയാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? ഒരാളെ പറഞ്ഞിട്ട് മനസ്സിലാക്കി അയാളെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, പണ്ഡിതന്റെ വീക്ഷണം വെച്ച് പറഞ്ഞു. തെളിവ് ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വിഷയമാണ്. ഇതൊരു വലിയ പറയുന്ന തെളിവാണ്, അത്ര മനസ്സിലായാൽ മതി. പിന്നെയോ ആ തെളിവ് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക എന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ ആളുകൾക്ക് പറഞ്ഞെടുത്താൽ മതി. കാരണം മുഹമ്മദ് സാലിഹ് ഉത്തൈമീന്റെ ആ വാചകത്തിൽ അതാണുള്ളത്, യുഖാലു ലഹും, അവരോട് പറയപ്പെടും ഇത് ശിർക്കാണ്. ഓന് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെടാതിരിക്കാം. ബോധ്യപ്പെട്ടാലില്ലെങ്കിലും ശരി, നിന്റെ വിശ്വാസവും പ്രവൃത്തിയും ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്താ ഇയാൾ ഇങ്ങനെ പറയാൻ എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ പോകുന്നവന് ഓന് ഹുജ്ജത്തെത്തിക്കഴിഞ്ഞു. ഇത് ശിർക്കാണ് എന്നൊരു വാക്ക് ഇവിടുന്ന് കേട്ടു. അത് എന്തുകൊണ്ട് എന്നതിന്റെ ബാക്കി കാര്യം പഠിച്ചന്വേഷിച്ച് സ്വീകരിക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. അവൻ അന്വേഷിക്കാൻ പോയില്ല. ഇവിടെ പറഞ്ഞതുപോലെ കേട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല, പഠിക്കാൻ പോയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഉദ്റും ബിൽ ജഹൽ ഇല്ല. ഇത് ശൈഖ് ഉത്തൈമീൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വസ്വാസിനും ദുർവ്യാഖ്യാനങ്ങൾക്കും ആളുകളെ ഫസാദിലാക്കാനും യാതൊരു വകുപ്പുമില്ലാത്ത വിഷയമാണ് ഇത് എന്ന് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ആർക്കാണുള്ളത്, ആർക്കാണില്ലാത്തത്. ഇത് വെച്ച് പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ മലയാളികളായ ആളുകൾക്ക്, ഇവിടുത്തെ സമസ്തക്കാരനെ മാത്രമല്ല, മലയാളികളായ ആളുകൾക്ക് ഇവിടെ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ മുജാഹിദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഇവിടെയുള്ള എല്ലാ ജാതിക്കാർക്കും അറിയാം. ഇവരെന്താണ് പറയുന്നത്, എന്താണ് നമ്മളുടെ വ്യത്യാസം എന്ന് നമ്മളെക്കാൾ അറിയുന്ന ആളുകൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. എങ്കിൽ അവരും ബാങ്ക് കേൾക്കുന്നു, പള്ളികൾ കാണുന്നു. എന്താണ് ഈ ബാങ്കിൽ വിളിച്ചു പറയുന്നത്? ഇവർക്കറിയാം മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളെ ശക്തമായി എതിർക്കുന്ന നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെ സംസാരത്തിൽ പറയുന്നത്, ഇവരെ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് ബാങ്ക് നിരോധിക്കണം എന്നാണ്. ഓൻ മനസ്സിലായില്ലേ? ബാങ്കിന്റെ അർത്ഥം മനസ്സിലായിട്ടാണല്ലോ ഈ ബാങ്ക് നിരോധിക്കണമെന്ന് പറയുന്നത്. ഖുർആൻ മനസ്സിലായിട്ടാണല്ലോ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് പറയുന്നത്. അപ്പൊ എന്താ തിരിയായിട്ടാ? തിരിഞ്ഞു. ഓന് പിന്നെ ഉദ്റും ബിൽ ജഹലുണ്ടോ? ഇല്ല. എന്നാൽ സൂപ്പർ സലഫികൾ എന്ന് പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ നമ്മെക്കുറിച്ച് ഇത് പറയുമ്പോൾ നമ്മെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവര് ഹദ്ദാദികളാണ്, മുസ്ലിങ്ങളെ തൗഹീദുള്ളവരെ കാഫറാക്കുന്ന ഹദ്ദാദികൾ എന്നാണ്. ഇത് മുഹമ്മദ് അൽ വഹാബിനെ കുറിച്ചും അന്നത്തെ ഖുറാഫികൾ പറഞ്ഞിട്ടുണ്ട്. അറേബ്യയിലെ മുശ്രിക്കുകളായ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദമാണ് മുഹമ്മദ് അൽ വഹാബിന്റെ ഈ അഭിപ്രായം പറയുന്ന ആളുകളെ കുറിച്ച് സലഫികളാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹദ്ദാദികൾ. ഇപ്പൊ ഇന്നലെ മെനയാന്ന് ഈ അടുത്ത തൃശൂർ ജില്ലയിലവിടെ നടന്ന ഒരു ക്ലാസിന്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് കണ്ടു. ഹദ്ദാദികൾ എന്നാ പ്രയോഗിച്ചത്. എന്നിട്ട് അവരുണ്ടാക്കുന്ന ഫിത്ന, അതിൽ രക്ഷപ്പെടാൻ ഈ ക്ലാസ് കേൾക്കുക. അപ്പൊ ആരാ ഹദ്ദാദി? ഫിത്ന എന്താ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അത് ശിർക്കാണെന്ന് കേട്ടിട്ടും അത് അംഗീകരിക്കാതെ ശിർക്കിൽ തന്നെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനും മുസ്ലിമാണെന്ന് പറയുന്നവരെ ഗണ്ണിക്കുന്നവനെ ഹദ്ദാദിയാക്കുന്നു. അപ്പൊ ആർക്കാ പിഴവ്? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ഹദ്ദാദിയാണ്. കഴിഞ്ഞുപോയ സലഫുകളൊക്കെ ഹദ്ദാദികളാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹദ്ദാദിയാണ് എന്ന് ആളുകൾക്ക് പറയോ? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹദ്ദാദിയാണോ? ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉത്തൈമീൻ ഹദ്ദാദിയാണോ? അതുപോലെ തന്നെ ഷെയ്ഖ് റാജിഹി ഹദ്ദാദിയാണോ? ഇബ്നു ബാസ് ഹദ്ദാദിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഹദ്ദാദിയാന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ബലവാദം എല്ലാവർക്കും ഉദ്റും ബിൽ ജഹലുണ്ട്. ആർക്കൊക്കെ? സത്യം ബോധ്യപ്പെട്ടിട്ട് അള്ളാഹെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലായതിന് ശേഷം പിന്നെ ഈ ശിർക്ക് ചെയ്യുന്നത് ഓൻ മാത്രം മുശ്രിക്ക്, കാഫർ, ഓൻ എതിരില്ല. അങ്ങനെ ആരുണ്ടാവുക? ഉണ്ടെങ്കിൽ വളരെ അപൂർവ ആളുകളുണ്ടാവും. എന്നാൽ ലോകത്തുള്ള മുസ്ലിങ്ങളെ നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളെ പരിശോധിച്ചാൽ മനസ്സിലാവാത്തവരാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ്. അപ്പം മനസ്സിലാകുക എന്നുള്ളത്
വേറെ വിഷയമാണ്, പറഞ്ഞ് വിവരം എത്തുക എന്നുള്ളത് വേറെ വിഷയമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മനസ്സിലാകുക എന്നുള്ളത് എങ്ങനെ, അബൂജഹലിനും അബൂലഹബിനും മനസ്സിലായതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാവുക. ഓൽക്ക് എന്താ മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മുഹമ്മദ് നബി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താന്ന് ഓൽക്ക് മനസ്സിലായി. അതുപോലെ തിരിഞ്ഞാൽ മതി. അബൂലഹബിനും അബൂജഹലിനും മനസ്സിലായതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാവുക. അത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. പിന്നെയോ ഉൾക്കൊള്ളേണ്ടത് ആരെ പോലെ? അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഖത്താബിനും ആ തെളിവ് മനസ്സിലായത് അംഗീകരിച്ചതുപോലെ അംഗീകരിക്കുക. അല്ലാതെ അബൂബക്കർ സിദ്ദീഖിനും ഖത്താബും അംഗീകരിച്ചതുപോലെ അംഗീകരിച്ചില്ലെങ്കിലേ ഒരുത്തൻ കാഫറാവുന്നല്ല. അബൂജഹലിന് തിരിയണ രീതിയിൽ തിരിഞ്ഞാൽ മതി. ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഈ അബൂജഹലിന് തിരിയാത്തവരോടെ അതുകൊണ്ടല്ലോ നമ്മളെ വഹാബി നോക്കിയത് ഇവിടുത്തെ സമസ്തക്കാരൻ വഹാബിയാണ്. പിന്നെ ഇബ്ലീസിന്റെ വാദാണ്, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഇബ്ലീസിന്റെ വാദാണ്. അബൂജഹലിന് തിരിഞ്ഞ പോലെ തിരിച്ചിട്ടുണ്ട്. ഒരു നിലക്ക് നോക്കിയാൽ വേറെ നിലക്കാൻ മനസ്സിലായിട്ടില്ല. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് സൗദി അറേബ്യയിലെ ഈ ഷെയ്ഖിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട, അതായത് മുഹമ്മദ് വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ബിൻ അലി ആലു അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫ് എന്നുള്ളത് ഷെയ്ഖിന്റെ മക്കളിൽപ്പെട്ടതാണ്. അദ്ദേഹം ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന് ഒരു ഷറഹ് എഴുതിയിട്ടുണ്ട്. ആ ഷറഹിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടഭിപ്രായങ്ങൾ ഉള്ളതായി ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. തീരെ ഉതിറില്ല എന്ന വാദമുണ്ടെന്നും അല്ല എല്ലാവർക്കും ഉതിറുണ്ട് എന്ന വാദവും. എന്നാൽ അത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തന്നെ പുസ്തകത്തിലുള്ള വാചകങ്ങളാണ്. അതെന്താ, എന്താണ് ഷെയ്ഖ് മുഹമ്മദ് വഹാബിന്റെ വീക്ഷണം എന്ന് ബോധ്യപ്പെടാൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തന്നെ വാചകം വായിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അദ്ദുററുസ്സനിയ്യ, ദുററുസ്സനിയ്യ എന്നാൽ കുറെ വാള്യങ്ങളുള്ള ഒരു പുസ്തകമാണ് അദ്ദുററുസ്സനിയ്യ എന്ന് പറയുന്ന പുസ്തകം. ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളും അതിലുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ എഴുതിയതുണ്ട്, പേരക്കുട്ടികൾ എഴുതിയതുണ്ട്. ഷെയ്ഖിന്റെ കുടുംബത്തിലുള്ള നജ്ദിലുള്ള തൗഹീദി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ടതും ഷെയ്ഖിന്റെ പുസ്തകങ്ങളുമായി ഇതൊക്കെ കൂടി സമാഹരിച്ചതാണ് അദ്ദുററുസ്സനിയ്യ എന്ന് പറയുന്നത്. അതിന്റെ 8ാം വാള്യം 244 പേജിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. ഇന്ന ശഖ്സൽ മുഅയ്യൻ, ഒരു നിർണിത വ്യക്തി, ഇന്ന ആള്, മൊത്തത്തിൽ പറയല്ല, ഇന്ന ആള്, ഒരാളെ കുറിച്ച് അയാൾ കുഫറിനെ അനിവാര്യമാക്കുന്ന എന്ന് പറഞ്ഞാൽ കാഫറായി തീരുന്ന ഒരു കാര്യം പറഞ്ഞാൽ അയാളെ കുറിച്ച് ഫൈനഹു ലാ യുഹ്കമു ബി കുഫ്രിഹി, അയാൾ കുഫറാണ് എന്നാൽ അയാൾ കാഫറാണ് എന്ന് വിധിക്കപ്പെടുകയില്ല. ശരിക്കും മനസ്സിലാക്കണം, കാഫറായിത്തീരുന്ന അല്ലെങ്കിൽ ആക്കുന്ന ഒരു വാക്ക് ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞ ആളെ കുറിച്ച് കാഫറാണ് എന്ന് വിധിക്കുകയില്ല. ഹത്താ തഖൂമ അലൈഹിൽ ഹുജ്ജ, തെളിവ് സ്ഥാപിതമാകുന്നത് വരെ. ഏത് തെളിവ്? ആ തെളിവിൽ പറഞ്ഞ കാര്യം അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ കാഫറായി തീരും. അപ്പൊ ആ കൃത്യമായ തെളിവ് അയാൾക്ക് സ്ഥാപിതമാകുന്നത് വരെ അയാളെ കുറിച്ച് കാഫർ എന്ന് പറയാൻ പറ്റുകയില്ല. ഇത് മാത്രം കേട്ടാൽ എന്താ തോന്നുക? തെളിവ് സ്ഥാപിതമാകണം. തെളിവ് സ്ഥാപിതമാകാൻ എന്നാൽ അയാളെ മനസ്സ് കൊണ്ടുപോയി കുത്തി നിറച്ചത് ബോധ്യപ്പെടുത്തലാണോ? അല്ല. ഇനി ഏത് വിഷയത്തിലാണ് അങ്ങനെ ഒറ്റയടിക്ക് കാഫറാണ് എന്ന് പറയാൻ പറ്റാത്തത്? ഇത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ വേറെ വിശദീകരണങ്ങളോട് മനസ്സിലാക്കിയിട്ടുണ്ട്. വഹാദാ ഫിൽ മസായിലിൽ ഖഫിയ്യ, ഗോപ്യമായ എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത, അല്ലത്തി ഖദ് യഖ്ഫാ ദലീലുഹാ അലാ ബഅദിന്നാസ്, ചില ആളുകൾക്ക് തെളിവ് വ്യക്തമാകാത്ത പ്രകടമല്ലാത്ത വിഷയങ്ങളിലാണ് ഈ ഒരു ആനുകൂല്യമുള്ളത്. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അങ്ങനെയുള്ള വിഷയത്തിൽ എന്തുണ്ട്? ഉഴുതുണ്ട്. അങ്ങനെ ഒരു വാക്കൊരാൾ പറഞ്ഞാൽ ആ വാക്കിന്റെ പേരിൽ മാത്രം അയാൾ കാഫറാണെന്ന് പറയരുത്. പക്ഷേ അയാൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ടും അയാൾ സ്വീകരിക്കുന്നില്ലെങ്കിലോ അപ്പൊ അയാൾ കാഫറാണ്. പറഞ്ഞോന്നിട്ട് മാത്രം കാഫറാവില്ല, തെളിവ് പറഞ്ഞു കൊടുക്കണം. ഇനി വ്യക്തവും പ്രകടവുമായ വിഷയങ്ങളിൽ നിന്ന് അവരിൽ സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ദീനിൽപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അത് പറഞ്ഞ ആൾ കാഫറാണെന്നതിൽ വിധി പറയുന്നത് നിർത്തിവെക്കേണ്ടതില്ല.
എന്താ പറഞ്ഞത്? പ്രത്യക്ഷമായ ഒരു കാര്യം, ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മനുഷ്യരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അതെന്താ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിൽ മറ്റാരെയും പങ്കുചേർക്കാൻ പാടില്ല എന്നത് വ്യക്തമായ കാര്യമാണ്, സംശയമുള്ള കാര്യമല്ല. ഭൗതികമായ തെളിവുകളിലൂടെയും പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെയും സൃഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അവന്റെ മനസ്സിൽ തന്നെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്. പിന്നെ പ്രമാണങ്ങളിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയ കാര്യമാണ്, പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. അള്ളാഹുവിനെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള പ്രത്യക്ഷമായ വിഷയങ്ങളിൽ ഒരാൾ ശിർക്കിലകപ്പെട്ടാൽ ആ ആള് കാഫറാണെന്ന് പറയുന്നത് നിർത്തിവെക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അവൻ ഉദ്റും ബിൽ ജഹ്ലില്ല. ഇനി ഒന്നുകൂടി വിശദീകരിച്ചാൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഉദ്റും ബിൽ ജഹ്ലില്ല. ഇവിടെ ഇപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ന്യൂനപക്ഷ മുജാഹിദുകളായ ഏത് വിഭാഗമാണെങ്കിലും മുജാഹിദുകളായ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? മുജാഹിദുകൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല, അത് ശിർക്കാണെന്ന് പറയുന്നു. സമസ്തക്കാരൻ പറയുന്നു അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യാം, ഇസ്തിഗാസ നടത്താം, ജ്ഞാനത്തിലേക്ക് നേർച്ചയാക്കാം, അവരോട് കാര്യങ്ങൾ ചോദിക്കാം, ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാം, ഉപദ്രവത്തെ തടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം, ഇതൊക്കെ ചെയ്യാം. ഇതൊന്നും ശിർക്കല്ല, അതൊക്കെ ഇബാദത്താണ്, ദുആൻ. അപ്പോ ഇത് തർക്കല്ലാത്തൊരു വിഷയമാണ്. ആർക്കും ഏത് സാധാരണക്കാരന്റെ ബുദ്ധിക്കും മനസ്സിലാകുന്ന വിഷയമാണ് സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ആർക്കെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാഫറാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അവന് വിവരല്ല എന്ന ആനുകൂല്യം നൽകാൻ പറ്റുകയില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ പച്ചയായി വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ രചനകൾ മുഅല്ലഫാത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതിൽ ഫത്വകൾ എന്നൊരു ഭാഗമുണ്ട്, പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഫത്വകളെ കുറിച്ച് പറയുന്നിടത്ത് 3-ാം ഭാഗം 12-ാമത്തെ പേജിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്, ഇന്നല്ലദീ ലം തഖും അലൈഹിൽ ഹുജ്ജ ഹുവല്ലദീ ഹദീദു അഹ്ദിൻ ബിൽ ഇസ്ലാം. ഒരാളുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാരെ കുറിച്ചാ പറയേണ്ടത്? ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന ഒരാൾ. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ പണ്ഡിതന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തേക്ക് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അങ്ങനെയുള്ള ഒരാൾക്ക് തെളിവ് സ്ഥാപിതമായിട്ടില്ല. കാരണം അടുത്ത് വന്നിട്ടുള്ളൂ, ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ടില്ല. ഔ വല്ലദീ നശഅ ബി ബാദിയ, അല്ലെങ്കിൽ ബാദിയത്തിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ, നഗരങ്ങളിലല്ലാതെ മരുഭൂമികളിലോ ഗ്രാമപ്രദേശങ്ങളിലോ ഒക്കെ വളർന്നു വന്ന ഒരുത്തൻ, അവനും സാധാരണഗതിയിലുള്ള വിവരം പോലും കിട്ടൂല. കാരണം എന്താ? വിവരം കിട്ടാൻ സാധ്യത കുറവായ ആളുകളുമായി സമ്പർക്കം കുറഞ്ഞ ഗ്രാമപ്രദേശത്തോ മരുഭൂമിയിലാണ് അവൻ താമസിക്കുന്നത്. ഔ യകൂനു ദാലിക ഫീ മസ്അലത്തിൻ ഖഫിയ്യ, അല്ലെങ്കിൽ പ്രത്യക്ഷമല്ലാത്ത, പ്രകടമല്ലാത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളായിരിക്കാം. ഏതുപോലെ? മിസ്ലു സർഫി വൽ അത്ഫി, സർഫ് അത്ഫ് പോലെ. സർഫ് അത്ഫ് എന്താ? സിഹ്റിയ്യ. സിഹ്റിന് ഫലമുണ്ട്. ആ സിഹ്റിന്റെ വിഷയങ്ങൾ ഏതാ? ഒന്ന് അത്ഫാണ്, ആളുകളെ അടുപ്പിക്കാൻ വേണ്ടി സിഹ്ർ ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ സ്നേഹമുണ്ടാക്കാൻ, പണക്കമില്ലാതിരിക്കാൻ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ, രണ്ട് വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കാൻ, രണ്ടാളുകൾക്കിടയിൽ പ്രേമമുണ്ടാക്കാൻ, ഇതൊക്കെയാണ് അത്ഫ് തന്നെ, കൂട്ടിയടുപ്പിക്കുക. സർഫുണ്ട്, അതിന്റെ നേരെ വിപരീതം, ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെ തമ്മിൽ തെറ്റിക്കുക, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക, രണ്ട് സുഹൃത്തുക്കളെ തെറ്റിക്കുക, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അകറ്റുക, ജ്യേഷ്ഠാനുജന്മാരെ തങ്ങൾ അകറ്റുക, സഹോദരി സഹോദരന്മാരെ തമ്മിൽ അകറ്റുക. ഇങ്ങനെ ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയും സിഹ്ർ നടത്താറുണ്ട്, യോജിപ്പിക്കാൻ വേണ്ടിയും സിഹ്ർ നടത്താറുണ്ട്. ഇത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണ്. അതാണ് ഷെയ്ഖ് ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലുള്ള പ്രത്യക്ഷമല്ലാത്ത, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത വിഷയമോ ഗ്രാമപ്രദേശത്ത് വളർന്നു വന്നവനോ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്നവനോ ആണെങ്കിൽ അവനെ കുറിച്ചാണ് എന്ത്? ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടില്ലാത്തവൻ എന്ന് പറയുക. അങ്ങനെ ഉള്ള ആൾ ഫലാ യുകഫർ, അവൻ കാഫറാക്കപ്പെടുകയില്ല. ഹത്താ യുഅറഫ, അയാൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് വരെ. കാരണം വിവരം കിട്ടിയിട്ടില്ല. അപ്പൊ വിവരം കിട്ടാത്തവന് ഇത്തരം വിഷയത്തിൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഷെയ്ഖ് എന്തിനെ കുറിച്ചാ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയമാണോ? അല്ല. അതല്ലാത്ത, പെട്ടെന്ന് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ അവ്യക്തമായ, അല്ലെങ്കിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള അത്തരം വിഷയങ്ങളിലാണെങ്കിൽ ഈ ആൾക്ക് ആ വിവരം കിട്ടുന്നതുവരെ, അയാൾ അറിയിച്ചു കൊടുക്കുന്നതുവരെ ഇതൊരു കുഫ്റാകുന്ന വിഷയമാണെങ്കിൽ അയാൾ കാഫറാന്ന് പറയാൻ പാടില്ല. എന്നാലോ അമ്മ
ഉസൂലുദ്ദീനില്ലതി ഔളഹല്ലാഹു ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥം അതായത് ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ. ഏതാ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ അമലൊക്കെ പൊളിഞ്ഞു പോവും, നരകത്ത് പോവും, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഹുജ്ജത്ത് എന്താ? ഫഇന്ന ഹുജ്ജത്തല്ലാഹി ഹിയ അൽ ഖുർആൻ. അതിനുള്ള ഹുജ്ജത്ത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ മതി. ഇതാ നേരത്തെ പറഞ്ഞത്, ഒരാൾക്ക് ഖുർആൻ എത്തിയാൽ, ഒരു അറബി അറിയാവുന്ന ഒരാൾക്ക് ഖുർആൻ കിട്ടി എങ്കിൽ അവന്റെ ഹുജ്ജത്ത് അത് തന്നെയാണ്. ഇത് മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറങ്ങിക്കൊടുത്ത ഗ്രന്ഥമായ ഖുർആനാണ് എന്ന് ഒരാൾക്ക് വിവരം കിട്ടിയാൽ ആ ഖുർആനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഖുർആൻ കണ്ടാൽ അത് നിവർത്തി പരിശോധിച്ച് പഠിക്കേണ്ടത് അവന്റെ ബാധ്യതയാകുന്നു. ഓന് വേറെ ഒരു ഹുജ്ജത്തും വേണ്ട, ഖുർആൻ കിട്ടിയാൽ മതി. ഇനിയോ ഫമൻ ബലഗഹു, ഒരാൾക്ക് ഖുർആൻ എത്തിയാൽ അവനും എന്തായി? ഫഖദ് ബലഗത്തുൽ ഹുജ്ജ, അവന് ഹുജ്ജത്ത് സ്ഥാപിതമായി. ഇനി ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഖുർആൻ ആർക്ക് കിട്ടിയോ അവനും ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അറബിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അറബി ഭാഷ അറിയാവുന്ന അറബി സ്വദേശി അല്ലാത്ത ഒരാൾ, അയാൾക്ക് അറബി അറിയാം, അയാൾക്കൊരു അറബി ഖുർആൻ കിട്ടി എങ്കിൽ അവന് ഹുജ്ജത്ത് സ്ഥാപിതമായി. ആ ഖുർആൻ കിട്ടിയത് കൊണ്ട് തന്നെ ഇതിലൂടെ അള്ളാഹുവിനെ തന്നെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. ഖുർആൻ കിട്ടിയാൽ തന്നെ തെളിവായി. ഇനി ഖുർആൻ കിട്ടാത്ത നമ്മളെ മലയാളികളെ പോലുള്ള ആളുകൾക്കോ, ഇംഗ്ലീഷുകാരനോ തമിഴനോ കന്നഡക്കാരനോ മറാഠിക്കോ ഏത് ഭാഷക്കാരനാകട്ടെ, അവന് ഖുർആനിന്റെ ഒരു പരിഭാഷ കിട്ടിയാൽ അവന് ഹുജ്ജത്ത് സ്ഥാപിതമായി എന്ന് പറഞ്ഞാൽ എന്താ? ഓന് പിന്നെ ഉതിർമ്പും ജഹലില്ല. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ മുജാഹിദുകളായ ആളുകളെക്കാൾ അറബി പഠിച്ച 10,000-കണക്കിന് ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മുജാഹിദുകളാണ് മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയത്. പക്ഷെ മുജാഹിദുകൾ തുടങ്ങിയ മദ്രസ പ്രസ്ഥാനത്തിന്റെ അവരുടെ മദ്രസകളെക്കാൾ 1000-കണക്കിന് എണ്ണം മദ്രസകളും കോളേജുകളെക്കാൾ കോളേജുകളും പള്ളികളെക്കാൾ 1000-കണക്കിന് ഇരട്ടി പള്ളികളും സമസ്തക്കാരായ ഓരോ ഗ്രൂപ്പിൽ തന്നെ എടുത്താലുണ്ട്. പിന്നെ 2-3 ഗ്രൂപ്പ് വേറെ, ദക്ഷിണ കേരള വേറെ 4 ഗ്രൂപ്പുണ്ട്. അതിന്റെ വളരെ ചുരുങ്ങിയ ശതമാനം പള്ളിയും അറബി അറിയുന്ന ആളുകളെ മുജാഹിദുകളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈ കേരളത്തിൽ എത്ര മദ്രസ ഉണ്ട് എടുത്തു നോക്കൂ. ഓരോ മദ്രസയിലും മിക്ക മദ്രസകളിലും 1 മുതൽ 12 വരെ ക്ലാസ് ഉണ്ട്. ചില ക്ലാസ്സുകളിൽ 1-ലധികം ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഒരു മദ്രസയെ പഠിപ്പിക്കാൻ തന്നെ എത്ര ക്ലാസ് ഉണ്ടോ, എത്ര ഡിവിഷൻ ഉണ്ടോ, അത്ര അറബി അറിയാവുന്ന, ഖുർആൻ ഓതുന്ന, ഹദീസ് പഠിച്ച, ഫിഖ് പഠിച്ച, ഉസൂല് പഠിച്ച മുസ്ലിയാക്കന്മാർ ഒരു മദ്രസയിൽ ജോലി ചെയ്യുന്നു. എത്ര മദ്രസകൾ കേരളത്തിലുണ്ട്? ഇൻഡു അധ്യാപകരുടെ എണ്ണം കൂട്ടിയാൽ 10,000-കണക്കിന് അറബി അറിയാവുന്ന ആളുകൾ സമസ്തക്കാരുടെ ഇടയിലുണ്ട്. മുജാഹിദുകളുടെ അറബിയിൽ പുസ്തകം എഴുതിയ ആളുകൾ കുറവാണ്, വളരെ വളരെ അപൂർവമാണ്. എന്നാൽ കേരളത്തിലെ ഓരോ സമസ്ത മുസ്ലിയാക്കന്മാരും മരിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ കാണാം അറബിയിൽ എഴുതിയ പുസ്തകങ്ങൾ. ഇനി വേണമെങ്കിൽ നിങ്ങൾ കോഴിക്കോട്, അതുപോലെ തന്നെ ഇവിടെ കോട്ടക്കൽ നിന്നൊക്കെയുണ്ട്, ഇവിടെ പല ഭാഗത്തും പല ബുക്ക് സ്റ്റാളുകളുണ്ട്. തിരുവങ്ങാടിയുള്ള ബുക്ക് സ്റ്റാൾ, അവിടെ പോയാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അവർക്ക് ആവശ്യമായ ദർസിലും കോളേജിലും പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ. അതിൽ ഒരുപാട് പുസ്തകങ്ങൾ അവരുടെ മുസ്ലിയാക്കന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്, അറബിയിൽ എഴുതിയ പുസ്തകങ്ങൾ. ഇതാരെഴുതിയതാ? അവരെഴുതിയതാണ്. അപ്പൊ അറബി അറിയാവുന്ന ആളുകളുണ്ട്, അറബി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, അറബി രചന നടത്തിയ ആളുകളുണ്ട്. ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഉദിർബിൽ ജഹൽ ഉണ്ടാവുക? ഓൽക്ക് പരിഭാഷ വേണ്ട, ഖുർആൻ തന്നെ കിട്ടിയാൽ. ഖുർആന് തഫ്സീർ എഴുതിയ ആളുകളുണ്ട്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. പരിഭാഷപ്പെടുത്തുന്നത് ഹറാമാണെന്ന് വാദിച്ചു അവരുടെ കൂട്ടത്തിൽ. അതിന് പുസ്തകം എഴുതി ഇക്കാസം മുസ്ലിയാർ. പക്ഷേ അത് അംഗീകരിക്കാതെ ഖുർആൻ പരിഭാഷ എഴുതിയ കൂട്ടനാട്ടെ പോലെ ആളുകൾക്ക്, അതുപോലെ തന്നെ മറ്റേ വലിയ കാലിക്ക് ഖുർആൻ പരിഭാഷ ഉണ്ടെന്നുണ്ട്, വേറെ ആരോ എഴുതിയിട്ടുണ്ട്. ഖുർആൻ പരിഭാഷകളുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിക്ക് മറ്റേ ഗ്രൂപ്പിലുള്ള വലിയ ഉസ്താദ് ഒരു ഭാഗം ശർഹ് ചെയ്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിക്ക് ശർഹ് എഴുതിയ ആളുകൾ. നഹ്വിലും സർഫിലും കുറെ പുസ്തകങ്ങളുണ്ട്, അവരുടെ അഖീദ വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, ഫിഖ്ഹിന്റെ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ കേരളത്തിലെ സമസ്തക്കാരായ മുസ്ലിയാക്കാൻ എഴുതിയാൽ ഇവർക്ക് എങ്ങനെയാ ഉദിർബിൽ ജഹൽ ഉണ്ടാകുക? ഒരു പരിഭാഷയും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അറബി അറിയാവുന്ന ഈ ആളുകൾക്ക് ഒരു ഉദിർബിൽ ജഹലും ഇല്ല. ഇനി അറബി അറിയാത്ത സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പരിഭാഷകൾ ലഭ്യമാണ്. മുജാഹിദുകൾ എഴുതി വായിക്കേണ്ട, സമസ്തക്കാരൻ എഴുതിയതിലും അതിൽ പരിഭാഷകളിൽ തൗഹീദ് ആയത്തിന്റെ അർത്ഥങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവും, അവരുടെ അടിക്കുറിപ്പിൽ നിന്ന് മനസ്സിലാവും എന്താണ് തൗഹീദ്. പിന്നെ ദുർവ്യാഖ്യാനം വേറെ ഉണ്ടാകും. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അന്വേഷിക്കണം എന്താ മുജാഹിദിന്റെ പരിഭാഷയും സമസ്തന്റെ പരിഭാഷയും തമ്മിൽ വ്യത്യാസം. നമ്മളതൊന്ന് വായിച്ചു നോക്കുക. അത് അന്വേഷിക്കേണ്ടത് ഓന്റെ ബാധ്യതയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ
കേരളത്തിലെ തൗഹീദിന്റെ ശബ്ദം ചെവിട്ടിൽ അലഞ്ഞിട്ടും ഇരമ്പിയിട്ടും അത് കേൾക്കാൻ ശ്രമിക്കാത്ത, അതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത ആളുകൾക്ക് ഒരിക്കലും അവൻ അറബി തിരിയുന്നവനാകട്ടെ തിരിയാത്തവനാകട്ടെ പച്ചയായി വ്യക്തമായി അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ ഉദുറുമ്പിൽ ജഹിലില്ല. ഒരു മുജാഹിദും സലഫിയും ഇവിടെ വയല് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആൻ കിട്ടിയ അതിന്റെ പരിഭാഷ കിട്ടിയ ഒരു സമസ്തക്കാരനും തൗഹീദിന്റെ കാര്യത്തിൽ അവന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. ശിർക്കിന്റെ കാര്യത്തിൽ ഉദുറുമ്പിൽ ജഹിലില്ല. കാരണം എന്താ? ഫമൻ ബലഗഹു ഫഖദ് ബലഗതുൽ ഹുജ്ജ. ഖുർആൻ ആർക്ക് കിട്ടിയോ അവന് ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ നമ്മുടെ സൂപ്പർ സലഫികൾ എന്ന് പറയുന്ന ആളുകൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 സ്ഥലത്ത് ക്ലാസ് നടത്തി. വലിയ പ്രചാരണമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതിൽ കൊടുത്ത അതിന്റെ പരസ്യം തന്നെ വായിച്ചാൽ മനസ്സിലാവും എന്താണ്. എല്ലാവർക്കും ഉദുറുമ്പിൽ ജഹലുണ്ട്. ആര് ശിർക്ക് ചെയ്താലും ഓൻ മുസ്ലിമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനിൽ നിന്ന് എന്ത് കുഫറുണ്ടായാലും ഓനെ കാഫറാന്ന് പറയാൻ പറ്റൂല, മുശ്രിക്കാന്ന് പറയാൻ പറ്റൂല. ഓലൊക്കെ മുസ്ലിങ്ങളാണ്, അവർ മുശ്രിക്കുകളാണ്, ഇനി മുശ്രിക്ക് എന്ന് പറയണ്ട ശിർക്കുള്ളവരാണ് എന്ന് പറയുന്നവൻ ഹദ്ദാദിയാണ് എന്നാണ് ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോ ഈ ആളുകൾക്ക് എന്ത് അമാനത്താണ്, എന്ത് വിശ്വാസ്യതയാണുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഈ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ അബ്ദുൽ അസീസ് ആലു അബ്ദുൽ ലത്തീഫ് ആ പണ്ഡിതൻ ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു മറുപടി പറയാൻ, ഒരു മറുപടി കൂടി ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റും. എന്താണത്? ഇന്ന ശഖ്സ ലാ യുഅ്ദറു ബിൽ ജഹ്ലി ഇദാ കാന മുഫർരിതൻ വ മുഖസ്സിറൻ ഫി തഅലീമി. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. പഠിക്കുക എന്ന വിഷയത്തിൽ വീഴ്ച വരുത്തുകയോ കുറവ് വരുത്തുകയോ ചെയ്ത ഒരുത്തന്, ഒരു വ്യക്തിക്ക് അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല. ഫകുല്ലു ജഹ്ലിൻ യുംകിനു ലിൽ മുകല്ലഫി ദഫ്ഉഹു ലാ യകൂനു ഹുജ്ജതൻ ലിൽ ജാഹിൽ. ഇത് ഒരു വ്യക്തി മുക്കല്ലഫ് എന്ന പ്രായപൂർത്തിയെത്തിയ ഒരുത്തൻ, പ്രായപൂർത്തിയെത്തിയ ആള് എന്നതിനർത്ഥമുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ ആള് എന്നും അർത്ഥമുണ്ട്. അപ്പോ രണ്ടർത്ഥം പരിഗണിച്ചാലും പ്രായപൂർത്തിയെത്തിയ ആൾ തന്നെ അയാൾക്ക് ബുദ്ധിയും അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാകണമല്ലോ. അങ്ങനെയുള്ള ഒരാൾ, അയാൾക്ക് തടുക്കാൻ സാധിക്കുന്ന ഒരു വിവരക്കേട് എന്നാൽ ഒരു അറിയാത്തൊരു കാര്യം, അറിവില്ലായ്മ, ആ അറിവില്ലായ്മയെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ. അറിവില്ലായ്മയെ പ്രതിരോധിക്കൽ എങ്ങനെ? അതിനെക്കുറിച്ച് അന്വേഷിക്കുക, ഇതിന്റെ ശരിയായ വശം തന്നെ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കാൻ സാധിക്കുന്ന ഒരാൾ അറിവില്ലായ്മയെക്കുറിച്ച് അയാൾ അന്വേഷിക്കാതെ പോയാൽ ലാ യകൂനു ഹുജ്ജത്തൻ ലിൽ ജാഹിൽ, അത് അറിവില്ലാത്തവനുള്ള ഹുജ്ജത്താവുകയില്ല. കാരണം ആ അറിവില്ലായ്മയെ ഓൻ തടുത്തിട്ടില്ല. തടുക്കേണ്ടത് ഓന്റെ ബാധ്യതയാണ്. അതായത് നേരത്തെ പറഞ്ഞ ലാ യൽതഫിതു വലാ യതഅല്ലം എന്ന് പറഞ്ഞില്ലേ, തിരിഞ്ഞു നോക്കൂല. അതിനകത്ത് ലാ യൽതഫിതു ഇലൈഹി വലാ യതഅല്ലം, കേട്ട കാര്യത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുകയോ അത് പഠിക്കുകയോ ചെയ്യാത്ത ഒരുത്തൻ. അപ്പൊ പഠിക്കാൻ പോയാൽ ഈ അറിവില്ലായ്മയെ അവൻ ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ കേരളത്തിലുള്ള ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള, വിവേകമുള്ള മുസ്ലിമാകട്ടെ അല്ലാത്തവനാകട്ടെ, അവനൊക്കെ ഇവിടെ അള്ളാഹു എന്ന ശബ്ദം കേൾക്കുന്നു, മുഹമ്മദ് എന്നൊരു പ്രവാചകന്റെ ശബ്ദം കേൾക്കുന്നു, ഖുർആൻ എന്നൊരു സാധനം ഇവിടെ ഉണ്ട്, ഇവർക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കിയവന്റെ ബാധ്യതയാണ് ഇതെന്താണ് എന്ന് ബാക്കി അന്വേഷിച്ച് പിടിക്കൽ. അവന് ഒരിക്കലും സമസ്തക്കാരന് മാത്രമല്ല, ഇതറിയുന്ന ഒരു കാഫിറുടെ, മുസ്ലിം അല്ലാത്തവരും ജൂതനോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുക്കൾക്കോ ഒന്നും ഈ വിഷയത്തിൽ ഉദുറുമ്പിൽ ജഹലില്ല. ഏത്? ഇക്കാര്യം കേട്ടവൻ. ഇത് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല പറയണേ. ഖുർആൻ എത്തിയാൽ, ഇത് ഇയാളെ വാക്കല്ല, ഇയാളെ വാക്ക് മാത്രമല്ല, ഖുർആനാണ്. ഖുർആൻ എന്തിനാണ്? അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുവാനും, പിന്നെ ഖുർആൻ പറഞ്ഞു വമൻ ബലഗ, ആ ഖുർആൻ കിട്ടിയവർക്കുമുള്ളതാക്കിയതാണ്. ഖുർആൻ നിങ്ങൾക്കുള്ളതാക്കിയതാണ്. ആർക്ക്? നബി ഓതി കൊടുത്ത സഹാബികൾക്കുള്ളതാക്കിയതാണ്. പിന്നെ ഈ ഖുർആൻ ആർക്കെത്തിയോ അവർക്കുമുള്ളതാക്കിയതാണ്. അപ്പൊ ലോകാവസാനം വരെ ഖുർആൻ എന്ന ഒരു സംഗതി, അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന നിലക്ക് ഇവിടെയുണ്ട്. അതിലേക്കാണ് മുസ്ലിങ്ങൾ ക്ഷണിക്കുന്നത്. ഇനി മുസ്ലിമിന്റെ ഏത് ഗ്രൂപ്പാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന സാധനമാണ് അങ്ങനെ ഖുർആനുണ്ട് എന്ന് കേട്ടാൽ, എന്നറിഞ്ഞാൽ, ആ അറിഞ്ഞ എല്ലാവർക്കും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. അപ്പോ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ എത്തിയാൽ ഹുജ്ജത്ത് സ്ഥാപിതമായി. എന്നാൽ ഈ പറയുന്ന സൂപ്പർ സലഫികളായി സലഫികളെ ഹദ്ദാദികളെന്ന് ആക്ഷേപിക്കുന്ന ആളുകളുടെ വാദപ്രകാരം കേട്ടാ പോരാ, ഓന് മനസ്സിലാക്കാനോ പഠിക്കാനോ പോയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഓനത് തിരികെ അവന്റെ ഹൃദയത്തിൽ ദഹിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ ആ വാദം ലോകത്ത് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കാൻ, അബൂജഹലിനും അബൂലഹബിനും കിട്ടിയതുപോലെ തെളിവ് മനസ്സിലാവുക. ഓൽക്ക് മനസ്സിലായി മുഹമ്മദ് പറയുന്നുണ്ട് ഇത് അള്ളാന്റെ കലാമാണ് എന്ന നിലക്ക് മുഹമ്മദ് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ മുഹമ്മദ് പറയുന്നുണ്ട്.
അതെന്നെ ദലീൽ. എന്റേതല്ല, അള്ളാഹുവിന്റേതാണ് എന്ന നിലക്ക് മുഹമ്മദ് നബി ഓതിക്കൊടുത്തു. ആ വിവരം അബൂജഹലിനും അബൂലഹബിനും കിട്ടിയിട്ടുണ്ട്, തെളിവ് സ്ഥാപിതമായി. വിശ്വസിക്കേണ്ടത് ഇതുപോലെ അബൂബക്കർ സിദ്ദീഖും ഉമറും വിശ്വസിച്ചു. അപ്പൊ ഈ കേരളത്തിലുള്ള ആളുകൾക്ക് ഉദുറും ജഹൽ ഉണ്ടെങ്കിൽ നബിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലും ഉഹദിലും ഹുനൈനിലും ഖന്തക്കിലും തബൂക്കിലും ഒക്കെ യുദ്ധം നടത്തിയിട്ടുള്ള സൗദി അറേബ്യയിലെ അറബികളായ ഖുർആൻ മനസ്സിലാകുന്ന നബിയുടെ സംസാരം കേട്ട, സന്ദേശം കേട്ട ആളുകൾക്ക് ഓൽക്കും തിരിഞ്ഞില്ലല്ലോ. ഇവര് പറഞ്ഞ രീതിയിലാണെങ്കിലും അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മുഹമ്മദ് പറയുന്നുണ്ട് എന്ന വിവരം കിട്ടി. ഓൽക്ക് മനസ്സിലായോ? മനസ്സിലായാലും ഉൾക്കൊണ്ടില്ല. അപ്പൊ ഓൽക്ക് തിരിയായിട്ടാണ് നവൽക്ക് ഉതിർപ്പിച്ചൽ കൊടുക്കണ്ടേ? പിന്നെന്തിനാ ബദർ നടത്തി? പിന്നെന്തിനാ ഉഹദ് നടത്തിയത്? എന്തിനാണ് ആ യുദ്ധമൊക്കെ ചെയ്തത്? അവർക്കും ഉതിർപ്പിച്ചൽ കൊടുത്തിട്ട് നിങ്ങൾ ശരി നിങ്ങൾക്ക് മനസ്സിലാവായിട്ടല്ലേ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ യുദ്ധം ചെയ്യാനല്ല, നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ എതിർക്കാൻ വരുന്നില്ല, നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ മതി. മനസ്സിലാകുമ്പോൾ പറഞ്ഞില്ല. ഇനി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തന്നെ വേറെയും കുറച്ച് വാചകം കൂടി നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ മുഅല്ലഫാത്തു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ രചനകളുടെ സമാഹാരം, അതില് ഒരു ഭാഗമുണ്ട്. അതിന്റെ 6ാം വാള്യത്തിൽ അർ-റസായിലു ശഖ്സിയ്യ, റിസാല എന്ന് പറഞ്ഞ കത്ത്, മെസ്സേജ്, ശഖ്സ് വ്യക്തി എന്നാൽ പേഴ്സണൽ ലെറ്റർ എന്ന് പറയുവാണെങ്കിൽ വ്യക്തികൾക്കോ ചിലത് ഈ കത്ത് ആർക്കൊക്കെ കിട്ടുന്നുവോ അവർക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതുകൊണ്ട് അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബ് എഴുതിയിട്ടുള്ള കത്തുകൾ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ 6ാം വാള്യത്തിൽ. അതിലെ 9ാമത്തെ കത്ത്, ആ കത്തിൽ ബിസ്മി ഹംദ് ഫ്രം ടു, അതായത് ആർക്ക് ഇവിടെ പറയുന്നത് ഞാൻ ഈ വായിക്കാൻ പോകുന്നതിൽ ഇലാമൻ യസിലു ഇലൈഹി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ആർക്ക് എത്തിച്ചേരുന്നുവോ അവർക്കൊക്കെ, അതാണ് ടു. ഈ കത്ത് കിട്ടുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും. ആരിൽ നിന്ന്? മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന എന്നിൽ നിന്ന്. സലാമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എന്നെ കുറിച്ച് നിങ്ങളോട് പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ ആളുകളെ മൊത്തത്തിൽ കാഫറാക്കുന്നു എന്നതാണ്. ഫഹാദാ മിൻ ബുഹ്താനിൽ അഅദാ, ഇത് ശത്രുക്കൾ, തൗഹീദിന്റെ ശത്രുക്കൾ. ഇവിടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, തൗഹീദിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആരോപണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആളുകളെ മൊത്തത്തിൽ കാഫറാക്കുന്നു എന്ന് പറയുന്നത്. വേറെയും ചില സംഗതി പറയുന്നുണ്ട്, ഞാനിത് വായിക്കുന്നില്ല, നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് മാത്രം. അതിന്റെ മറുപടി, ഇന്നമൽ മുറാദു ഇത്തിബാഉ ദീനില്ലാഹി വറസൂലിഹി ഫി അയ്യി അർളിൻ കാനത്, ഏത് നാട്ടിലാണെങ്കിലും ഏത് ഭൂമിയിലാണെങ്കിലും ശരി അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ദീനിനെ പിൻപറ്റുക എന്നതാണ് ഉദ്ദേശം. ഞാൻ വേറൊന്നും പറയില്ല. ഞാൻ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീന് പിൻപറ്റണം ഏത് നാട്ടിലാണെങ്കിലും. എന്നാൽ വലാകിൻ നുകഫിർ, നമ്മൾ കാഫറാക്കുന്നു, കാഫറാക്കില്ല എന്നല്ല, കാഫറാക്കുന്നു. ആരെ? മൻ അഖറ ബിദീനില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീനിനെ അംഗീകരിക്കുകയും എന്ന് പറഞ്ഞാൽ അള്ളാഹുണ്ട്, അള്ളാഹുന്റെ റസൂലാണ്, ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അത് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി എന്നൊക്കെ അംഗീകരിക്കുകയും സുമ്മ ആദാഹു, എന്നിട്ട് അള്ളാഹുവിന്റെ ആ മതത്തോട് എതിര് പ്രവർത്തിക്കുകയും വസദ്ദന്നാസ അൻഹു, ആ അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നവനെ നമ്മൾ കാഫറാക്കുന്നു. അപ്പൊ കാഫറാക്കിയിട്ടുണ്ട്. ആരെ കാഫറാക്കി? എല്ലാവരെയും അല്ല. ഇസ്ലാം അംഗീകരിക്കുക, അള്ളാഹുവിനെ റസൂലിനെ അംഗീകരിക്കുക, എന്നിട്ട് അതിനെതിരിൽ പ്രവർത്തിക്കുക. അതിന്റെ വേറൊരർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുക, ഇസ്ലാമാണ് ദീനെന്ന് അംഗീകരിക്കുക, അള്ളാഹുവാണ് റബ്ബെന്ന് അംഗീകരിക്കുക, അവനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുക, എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കുക. അതെന്താ? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് പറയുക, നബിയെ പ്രവാചകനെ അംഗീകരിക്കുന്നു എന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെതിരെ വിദേഹത്ത് പ്രവർത്തിക്കുക, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക, ശിർക്ക് ചെയ്യുക, ജനങ്ങളെ തൗഹീദിൽ നിന്ന് തടയുക. വഹാബികളാണ്, കേൾക്കരുത്, പോകരുത്, വഹാബിയാൽ അപ്പറായി ചത്തുപോകും എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇസ്ലാമിൽ തടയുക. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറയുന്നവനെ നമ്മൾ കാഫറാക്കുന്നു, ഇപ്പണി ചെയ്യുന്നവനെ. ഇതല്ല ഇവിടുത്തെ സമസ്തക്കാരൻ ചെയ്യുന്നത്. അള്ളാഹ് വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. റസൂൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾ മുസ്ലിങ്ങളാണോ? ഞങ്ങൾ മുസ്ലിങ്ങൾ, ഞങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ, ഞങ്ങൾ മാത്രമേ മുസ്ലിങ്ങൾ എന്ന് വേണ്ടത്. എന്നിട്ട് ചെയ്യുന്ന പണി എന്താ? ഇസ്ലാമിനെതിരിൽ, അള്ളാഹ്ക്കെതിരിൽ, റസൂലിനെതിരിൽ, ഖുർആനെതിരിൽ. ഇനി അടുത്ത വാചകം, വകദാലിക മൻ അബദൽ ഔസാന, അതാരാ? രണ്ടാമത് കാഫറാക്കുന്നത് മൻ അബദൽ ഔസാന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ. ബഅദമാ അറഫ അന്നഹാ ദീനുൻ ലിൽ മുശ്രിക്കീൻ, വിഗ്രഹാരാധന എന്ന് പറയുന്നത് മുശ്രിക്കുകളുടെ മതമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം, വസീനത്തുൽ ലിന്നാസി, അത് ജനങ്ങളുടെ സീനത്ത്, അലങ്കാരവുമാകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിഗ്രഹാരാധന നടത്തുന്നവരെയും വഹാദല്ലദീ യുകഫിറുഹു, ഇവനെയാകുന്നു നമ്മൾ കാഫറാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിയല്ല. നമ്മൾ എല്ലാവരെയും കാഫറാക്കുന്നില്ല, ഇപ്പറഞ്ഞ രണ്ടു കൂട്ടരെ നമ്മൾ കാഫറാക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞ ഒന്നുകൂടി പരിശോധിച്ച് നോക്കൂ. അബദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ. വിഗ്രഹം എന്നുള്ള എന്താ? അറബിയിൽ സ്വനമ്, അതുപോലെ തന്നെ വഥൻ, രണ്ട് പ്രയോഗമുണ്ട്. സ്വനം എന്നാൽ പ്രതിഷ്ഠകളാണ്. അമ്പലത്തിലുള്ളതുപോലെ ചർച്ചിലുള്ളതുപോലെ ഈസാ നബിയുടെയോ മറിയമിന്റെയോ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്.
മക്കം ഫത്ഹിന്റെ അന്ന് കഅബയിൽ ഉണ്ടായിരുന്നത് പോലെ 360 പരം പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നതാണ്. ഇബ്രാഹിം നബി ഇസ്മായിലൊക്കെ അതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിനാണ് പ്രതിഷ്ഠ, സ്വനം എന്ന് പറയുന്നത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് രൂപം ഉണ്ടായിക്കൊള്ളുന്നില്ല, ആൾ രൂപം ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തിനും വിഗ്രഹം എന്ന് പറയാം. അപ്പൊ ഒരു ജാറത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ഒരു ഖബർ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ ഖബർ വിഗ്രഹമാണ്. ഖബറിന് പ്രത്യേക രൂപമുണ്ടോ? മനുഷ്യന്റെ രൂപമല്ല, ജീവിന്റെ രൂപമല്ല, പക്ഷെ ഒരു വസ്തുവാണ്. ഇനി ഒരുത്തന്നെ ഒരു മരത്തിന്റെ വള്ളി ആരാധിക്കുന്നു എങ്കിൽ ആ വള്ളി വിഗ്രഹമാണ്. അപ്പോൾ അവിടെ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആരും പെടും? ഖബറിനെ ആരാധിക്കുന്നവനും പെടും, നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്നവനും പെടും. നമ്മുടെ നാട്ടിലെ സംസ്ഥക്കാരെ സംബന്ധിച്ചോളം വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്, ഖബർ വിഗ്രഹമാണ്. അങ്ങനെയുള്ള ആരാധിക്കുന്നവർ, ഇവർക്കറിയാം വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തത്. എന്നിട്ടത് മനസ്സിലാക്കിയിട്ട് പിന്നെയും ഖബർ എന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവനെയും നമ്മൾ കാഫറാക്കുന്നു. ഇത് ഞാൻ മാത്രമല്ല, ഭൂമുഖത്തുള്ള എല്ലാ പണ്ഡിതനും ഇക്കൂട്ടരെ കാഫറാക്കും. അതിന്റെ പണി മാത്രമല്ല, ഇത് വേറെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് മുസ്ലിങ്ങളെ കാഫറാക്കി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആരെയും കാഫറാക്കിയിട്ടില്ല. അള്ളാഹു റസൂലും ആരെയാണോ കാഫറാക്കിയത് ഓലെ ഞാൻ കാഫറാക്കിയിട്ടുണ്ട്, എന്റെ കാഫറാക്കിയിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് ഞാൻ മാത്രമല്ല, ഭൂമുഖത്തുള്ള എല്ലാ വിവരമുള്ള ആളുകളും ഇക്കൂട്ടരെ കാഫറാക്കും. ആരൊഴികെ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാ റജുലൻ മുആനിദൻ ഔ ജാഹിലൻ. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ മുശ്രിക്കാക്കാതിരിക്കുക. ഓൻ സലഫിയാണോ? അല്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനെ, ഖബർ പൂജ നടത്തുന്നവൻ മുശ്രിക്കല്ല എന്ന് പറയുക ആര് മാത്രമേ ഉള്ളൂ? റജുലൻ മുആനിദൻ. ഇസ്ലാമിനോടും തൗഹീദിനോടും ശത്രുത, എതിര് പ്രവർത്തിക്കുന്നവനല്ലാതെ വേറെ ആരും കാഫറാക്കാതിരിക്കുകയില്ല. ഔ ജാഹിലൻ, അല്ലെങ്കിൽ അന്തമില്ലാത്തവൻ, വിവരം കെട്ടൻ, അന്തക്കേടുള്ളവൻ, ഓൻ ആലിമല്ല. അപ്പോ ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കല്ല. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ പോലും ഉദ്റുൽ ബിൽ ജഹലുണ്ട് എന്ന് പറയുന്നവൻ ജാഹിലാകുന്നു, തൗഹീദിനോട് ശത്രുത കാണിക്കുന്നതാകുന്നു, എതിര് നിൽക്കുന്നവനാകുന്നു. എന്റെ വാചകല്ല, ഷെയ്ഖ് മുഹമ്മദ് വഹാബിന്റെ വാചകം. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കത്ത് നമ്പർ 10. ഇത് പിന്നെ ഒരു വ്യക്തിക്ക് അദ്ദേഹം എഴുതിയ കത്തിനുള്ള മറുപടിയാണ്. ഹമദ് അത്തുവൈജിരി എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് അയച്ച കത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന മറുപടിയാണ്. കുറെ ഉണ്ട്, ഞാൻ അതിൽ പ്രസക്തമായ മാർഗ്ഗങ്ങൾ മാത്രം പറയാം. എന്താണത്? മുഹമ്മദ് വഹാബിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അതൊക്കെ ദുരാരോപണമാണ്. നമുക്കതിന് പറയാനുള്ള മറുപടി, ബി അന്ന മൻ അമില ബി തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതനുസരിച്ച് പ്രവർത്തിച്ച ഒരുത്തൻ, അത് തൗഹീദ് അള്ളാഹനെ മാത്രം ആരാധിച്ചാൽ പോരാ, അത് നമ്മൾ മനസ്സിലാക്കണം. വതബറഅ മിന ശിർകി വഅഹ്ലിഹി. തൗഹീദ് പൂർണ്ണമാകപ്പെടാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും ആരാധിക്കാതിരിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമാകുന്നത്. ഇസ്ബാത്ത്, നഫി. അപ്പോ തൗഹീദ് പ്രവർത്തിക്കുകയും ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും ബന്ധം വിച്ഛേദിച്ചു പോരുകയും, അടിവരട്ട് മനസ്സിലാക്കണ്ട, തൗഹീദ് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ശിർക്കും വിട്ടാ പോരാ, ശിർക്കിന്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് പുലർത്തുകയും ചെയ്യുന്നതാരോ ഫഹുവൽ മുസ്ലിം, അവനാണ് മുസ്ലിം. ഫി അയ്യി സമാനിൻ വ അയ്യി മക്കാനിൻ, ഏത് കാലത്തും ഏത് നാട്ടിലും അവനെ മുസ്ലിം ആവുള്ളൂ. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ പോരാ, ശിർക്കിനോടും ശിർക്കിന്റെ ആളുകളോടും ബറാഅത്ത് കാണിക്കണം, അവനാണ് മുസ്ലിം. വ ഇന്നമാ നുകഫിർ, ഇനി നമ്മൾ കാഫറാക്കുന്നത് ആരെയാണ്? മൻ അശ്റക ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർത്തവരെയൊക്കെ നമ്മൾ കാഫറാക്കുന്നു. ഫീ ഇലാഹിയത്തിഹി, അള്ളാഹുവിൽ പങ്കുചേർക്കുക. ഏത് കാര്യത്തിൽ? ഇലാഹിയത്തിഹി, ഉലൂഹിയത്ത് ഇലാഹിയത്ത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിഷയത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനെ നമ്മൾ കാഫറാക്കുന്നു. ബഅദമാ നുബയ്യിനു ലഹുൽ ഹുജ്ജ അലാ ബുത്ലാനി ശിർകി, ശിർക്ക് നിരർത്ഥകരമാണ് എന്ന തെളിവ് അവന് നാം വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് കാഫറാക്കുന്നത് ആരെയാ? ഫകദാലിക നുകഫിറു മൻ ഹസ്സനഹു ലിന്നാസ്, ശിർക്ക് ജനങ്ങൾക്ക് നന്നായി അവതരിപ്പിച്ചു കൊടുക്കുക. എന്നാൽ ശിർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശിർക്കിലേക്ക് ക്ഷണിക്കുന്നവരെയും നമ്മൾ കാഫറാക്കുന്നു. പിന്നെയോ ശിർക്ക് അനുവദനീയമാണ് എന്നതിനു വേണ്ടി ബാത്തിലായ ശുബ്ഹത്തുകൾ ജനങ്ങൾക്കിടയിൽ, സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നവൻ, അവനെയും കാഫറാക്കുന്നു. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മശ്ഹദുകൾക്ക് മുമ്പിൽ അതിനെ പ്രതിരോധിക്കാൻ വാളുമായി നിൽക്കുന്നവരെയും നാം കാഫറാക്കുന്നു. എന്ന് പറഞ്ഞാൽ ജാറം കാക്കാൻ പോകുന്നവൻ. മശ്ഹദ് എന്ന് പറഞ്ഞാൽ ജാറത്തിന് അറബി പറയുന്ന വാക്കാണ്. മസാർ എന്ന് വടക്കേന്ത്യയിലെ ആൾക്കാർ പറയും, മസാർ. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടുന്ന ജാറങ്ങൾക്ക് സംരക്ഷണത്തിനായി വാളുമേന്തി നിൽക്കുന്നവനെയും നമ്മൾ കാഫറാക്കുന്നു. കാനാര ഓൻ തൗഹീദിന്റെ പോരാളിയല്ല, ശിർക്കിന്റെ പോരാളിയാണ്. വഖാതല
അലമൻ അൻകറഹ, ശിർക്കിനെ എതിർക്കുന്നവനോട് യുദ്ധം ചെയ്യുന്നവനെയും ഞാൻ കാഫറാക്കുന്നു. അപ്പൊ ശിർക്കിനെയും ശിർക്കിന്റെ ആളുകളെയും എതിർക്കുന്നവരെ, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവൻ മുശ്രിക്കാകുമെന്ന് പറയുന്നവരെ ഹദ്ദാദികൾ എന്ന് വിളിച്ചാൽ ആരാ? അതിനെ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരോട്, എതിർക്കുന്നവരോട് യുദ്ധം ചെയ്യുന്നവർ. എതിരെ? ശിർക്കിനെ എതിർക്കുന്നവരെയും ശിർക്കിനെ നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോടും യുദ്ധം ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാഫറാക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ശിർക്ക് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അവനെ നമ്മൾ കാഫറാക്കും. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് വഹാബ് ഉദ്റും ബിൽ ജഹൽ ഉണ്ട് എന്നാണോ പറയുന്നത്, ഇല്ല എന്നാണോ പറയുന്നത്, ആർക്കുണ്ട് ആർക്കില്ലാണെന്നാ പറയുന്നത്? വളരെ വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ 6-ാം വാള്യത്തിൽ 25-ാമത്തെ പേജിൽ 3-ാമത്തെ കത്ത്, ഈ കത്ത് എന്റെ കത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ബിൻ ഈദ് എന്ന് പറയുന്ന ഒരാൾക്ക് അയച്ച മറുപടിയാണ്. അതിൽ അദ്ദേഹം പറയാണ്, നിന്റെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആരാണ്? 4 കാര്യത്തിലാണ് ഞാൻ അറിയപ്പെട്ടത്. ഷെയ്ഖ് പറയാണ്, ഞാൻ അറിയപ്പെട്ടത് ബി അർബഈ മസായിൽ, 4 കാര്യത്തിലാണ്. അതായത് മുഹമ്മദ് വഹാബ് എടുക്കുന്ന പണി എന്താ? എന്നെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്ന എന്താ? 1, തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളിൽ അധിക പേരുടെയും കാതുകളിൽ തൗഹീദിന്റെ ശബ്ദം മുട്ടിയിട്ടില്ല. ഏത്? ഇവിടെല്ലാവരുടെ സൗദി അറേബ്യയിൽ, ഖുർആൻ ഇറങ്ങിയ നാട്ടിൽ, വഹീന്റെ നാടെന്നറിയപ്പെടുന്ന സൗദി അറേബ്യയിലാണ് അധികം ആളുകളുടെയും കാതിൽ തൗഹീദിന്റെ ശബ്ദം മുട്ടിയിട്ടില്ല. എന്നിരിക്കെ അവർക്ക് ഞാൻ തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇതാണ് എന്റെ 1-ാമത്തെ പണി. 2-ാമത്തെ പണി, ഇൽമ്, വിവരമുള്ള ഇബാദത്തെടുക്കുന്നവരെന്ന് പറയുന്ന ആളുകളുടെ സംസാരത്തിലാണെങ്കിൽ പോലും ശിർക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് എന്റെ 2-ാമത്തെ പണി. 3-ാമത്തെ പണി എന്താണ്? ഒരാൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീൻ എന്ന് വ്യക്തമായതിന്, വെളിപ്പെട്ടതിന് ശേഷം അതിനെതിരിൽ പ്രവർത്തിക്കുന്ന, അതിനോട് വെറുപ്പ് കാണിക്കുകയും അതിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ തൗഹീദിന്റെ കാര്യത്തിൽ, റിസാലത്തിന്റെ കാര്യത്തിൽ സത്യപ്പെടുത്തുന്നവനോട് ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവനാരോ അവനൊക്കെ കാഫറാണെന്ന് പറയുക. അതാണ് എന്റെ പണി. ബലി വരണതോ സൂപ്പർ സെലഫികൾ പറഞ്ഞ എന്താ? ശിർക്കുന്നവനെ കാഫർ മുശ്രിക്കാന്ന് പറയാൻ പറ്റൂല. മുഹമ്മദ് വഹാബ് പറയാണ്, ഞാൻ അറിയപ്പെട്ട 3-ാമത്തെ കാര്യം, എന്റെ ഡ്യൂട്ടി, എന്നെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കിയത്, പണി ചെയ്യുന്നവനൊക്കെ കാഫറാണെന്ന് ഞാൻ പറയുന്നു. വമൻ അറഫ ശിർക, വേറൊരുത്തൻ ശിർക്കിനെ മനസ്സിലാക്കി, വാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബുഇസ ബിഇൻകാരിഹി, ശിർക്കിനെ എതിർക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കി, വാഖറ ബിദാലിക ലൈലൻ വനഹാറ, രാവും പകലും ഇക്കാര്യം അവൻ അംഗീകരിക്കുന്നു. ഏത്? ശിർക്കുണ്ട്, ശിർക്ക് എതിർക്കാനാണ് നബി വന്നത് എന്ന് രാവും പകലും അംഗീകരിക്കുന്ന ഒരുത്തൻ, പക്ഷേ ഓനെയും കാഫറാക്കും. എന്താ കാരണം? തുമ്മ മദഹഹു വഹസനഹു ലിന്നാസ്, അല്ലാഹുവിൽ പങ്കുവെക്കുന്ന കാര്യത്തെ മദഹ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്ക് നന്നാക്കി അലങ്കരിച്ചു കൊടുക്കുന്നു, അവനെയും നമ്മൾ കാഫറാക്കും. ഏത്? ഈ സമസ്ത പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ തൗഹീദിന്റെ ആയത്തോതിൽ ശിർക്ക് സ്ഥാപിക്കുക, എന്നാൽ ശിർക്കില്ല എന്നും പറയൂ. മുഹമ്മദ് നബി ശിർക്കിന് എതിർക്കാൻ വന്നതാന്ന് പറയൂ. അക്കൂട്ടത്തിൽ ശിർക്കും പഠിപ്പിക്കൂ. തൗഹീദല്ല, ശിർക്കാണ് പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന ശിർക്ക് മനസ്സിലാക്കിയതിനു ശേഷം ശിർക്കിനെ ജനങ്ങൾക്ക് നന്നാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്നാക്കി അലങ്കരിച്ച് കാണിച്ചു കൊടുക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവൻ പറയും, എന്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും തെറ്റുപറ്റൂല. കാരണം എന്താ? ഞങ്ങളാണ് സവാദുൽ അഅ്ലം. സവാദുൽ അഅ്ലം എന്നാൽ മഹാഭൂരിപക്ഷം എന്നാണ്. ഇന്നാട്ടിലെ ഭൂരിപക്ഷം ഞങ്ങളാണ്, സുന്നത്ത് ജമാഅത്താണ്, സമസ്തയാണ്, ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ, ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെറ്റുപറ്റൂല, കാരണം ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നവനെയും ഞാൻ കാഫറാക്കുന്നു. ഇത് ഇവിടുത്തെ സമസ്തക്കാർക്കും ബാധകമാണ്. ഇപ്പൊ അടുത്ത് ഈ സമസ്തയെന്ന് തെറ്റി നിൽക്കുന്ന, ഈ കെ സമസ്തയെ തെറ്റിക്കുന്ന ഒരാളുണ്ട്, മുക്കം ഫൈസി, മുക്കം മുഹമ്മദ് ഫൈസി. അദ്ദേഹം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ മതം യഥാർത്ഥത്തിൽ ഇസ്ലാം മാത്രമാണ്, ഇസ്ലാം അല്ലാത്ത ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ മതമല്ല എന്ന ആയത്തോതി വിശദീകരിച്ച് അദ്ദേഹം പറയുന്നത്, ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, അള്ളാഹിന്റെ അടുക്കൽ മതം എന്ന് പറഞ്ഞാൽ സമസ്തയേ ഉള്ളൂ, സമസ്തയല്ലാത്തതൊന്നും അള്ളാഹുവിന്റെ മതമല്ല. ഈ ആയത്തിന് അർത്ഥം പറയാണ്. കാരണം സമസ്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പാരമ്പര്യമായി വന്നതാണ്, നമ്മൾ അവിടുത്തെ ഭൂരിപക്ഷ ആളുകൾ. അപ്പൊ അള്ളാഹുവിന്റെ ആയത്ത് ഓതിയിട്ട് സമസ്ത എന്ന ശിർക്കിന്റെ അശ്വരി തരീക്കത്തിന്റെയും അഖീദയെയും വിശ്വാസത്തെയും സ്ഥാപിക്കുന്ന ആളുകൾ, ഇപ്പണിയെടുക്കുന്നവരെയും നമ്മൾ കാഫറാക്കുന്നു. അപ്പൊ ഇത് സൗദി അറേബ്യയിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഈ ആളുകൾക്ക്. കാരണം എന്താ? രണ്ടും ഒരേ സംഗതിയാണ്, ഒരേപോലെയാണ്. പിന്നെ എന്നെ കുറിച്ച് എന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത്,
ഞാൻ തെളിവ് ലഭിക്കാത്ത ജാഹിലിനെ കാഫറാക്കുന്നു എന്നാണ്. ഇത് ദുരാരോപണമാണ്. യുരീദൂന ബിഹി, എന്നെ കുറിച്ച് ഈ ആരോപണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തംഫീറൻ നാസി, ജനങ്ങളെ അകറ്റലാണ്. അൻ ദീനില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീനിൽ നിന്ന് അകറ്റുക. അപ്പൊ എന്താ ഇതേ ആരോപണം നമ്മുടെ നാട്ടിൽ ആരാ പറയുന്നത്? ഖുറാഫിയല്ല പറയുന്നത്. ഖുറാഫികൾ ഒരു നിലക്ക് പറയുന്നത് സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്താ? കണ്ടോ, കേരളത്തിലെ സമസ്തക്കാരെ മുഴുവൻ ഒരു കൂട്ടം ആളുകൾ കാഫറാക്കി, ഖാലിയെ കാഫറാക്കി, ഖാലിന്റെ വിധി അംഗീകരിക്കാൻ പാടില്ല, മാസം കണ്ടത് ഉറപ്പിച്ച് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ കാഫറാക്കലാണ്, ഇത് ഹദ്ദാദിയത്താണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലത്തെ വാദാണ്. ഇത് തെളിവെത്താത്ത ആളുകളെ ഞാൻ കാഫറാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, കേരളത്തിലെ സമസ്തക്കാർക്കൊന്നും തെളിവെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് തെളിവ് സ്ഥാപിതമായിട്ടില്ല, എന്നാൽ വല മനസ്സിൽ ഉറച്ചിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ശിർക്ക് ആണെന്ന് പറയാമെന്നല്ലാതെ അവരെ കുറിച്ച് ശിർക്ക് ഉള്ളവരെന്നോ മുശ്രിക്കുകളെന്നോ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളും ഉദ്ദേശിക്കുന്നത് എന്താ? ഈ തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, വെറുപ്പുണ്ടാക്കിയിട്ട് ഇവരൊന്നും കേൾക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റൂല എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇനി അദ്ദേഹത്തിന്റെ വേറെ ഒരു കത്ത് നമ്പർ 6 പേജ് 39, ആ പുസ്തകത്തിലെ 6-ാം വാള്യം 39. ഇത് സൗദി അറേബ്യയിലെ, അതായത് ഹറം സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ പ്രധാനികൾക്കും പണ്ഡിതന്മാർക്കും എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എല്ലാ ആളുകളും എഴുതിയൊരു കത്താണ്. അതിൽ അദ്ദേഹം പറയുന്നത് കാഫറാക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം, അതായത് അക്കാലഘട്ടത്തിലെ സമസ്ത, ഏത് മുഹമ്മദുൽ വഹാബിന്റെ സൗദി അറേബ്യയിലെ സമസ്ത എന്ന് പറഞ്ഞാൽ ഈ സമസ്ത പോലത്തെ ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുക, ശിർക്ക് ചെയ്യുക. ആ ആളുകൾ എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് ഞാൻ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കാഫറാണെന്ന് ഫത്വ കൊടുത്തിരിക്കുന്നു. എന്ത് കാരണം കൊണ്ട്? ആ ഗ്രാമപ്രദേശത്തുള്ള കാട്ടറബികളായ അറാബികളായ ആളുകൾ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും പറയുന്ന കാര്യത്തെ അവർ എതിർക്കുന്നു എന്നതുകൊണ്ട്. അള്ളാഹനെ ആരാധിക്കാം, അള്ളാഹെ പങ്കുചേർക്കാം എന്നുള്ള വിഷയമല്ല. പരലോകവും സ്വർഗവും നരകവും ഇല്ല എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തുള്ള ആളുകളെ ഞാൻ കാഫറാണെന്ന് ഫത്വ കൊടുത്തിരിക്കുന്നു. സ്ത്രീകൾക്ക് അനന്തരാവകാശമുണ്ട് എന്നതിനെ അവർ നിഷേധിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊക്കെ അവർ പറയുന്നത് മാ ഇൽമിഹിം അന്ന കിതാബല്ലാഹി ഇൻദൽ ഹളർ, അള്ളാഹുവിന്റെ ഖുർആൻ നഗരപ്രദേശത്തുണ്ട്, ഇതിൽ ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശത്തുള്ള ആളുകളാണ് പറയുന്നത് ഇതൊന്നുമില്ല. പക്ഷേ അവർക്കതൊക്കെ മനസ്സിലാക്കാൻ ഖുർആൻ ഓരോരുത്തുണ്ടാവും, ഇല്ലെങ്കിൽ ഗ്രാമപ്രദേശം ഇല്ലായിരിക്കും. ഉണ്ടെങ്കിൽ എവിടെ ഉണ്ട്? ഇൻദൽ ഹളർ, നാട്ടിൽ ഖുർആനുണ്ട്. നാട്ടിൽ ഖുർആൻ ഉണ്ടായിരിക്കെ മരുഭൂമികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുന്നു, അവരെ ഞാൻ കാഫറാക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. എന്നാൽ ഞാൻ ഇത് അവരെ കുറിച്ച് ഇങ്ങനെ ഫത്വ കൊടുത്തത് ഫലമ്മാ അബ്തൈതു ബികുഫ്രിഹിം മാ അന്നഹും അക്സറുന്നാസ് ഫീ അർദിൽ ഇസ്തൻകറൽ ഹവാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോവാൻ, ഈ ആളുകൾക്കറിയാം എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പറയുന്ന ആളുകൾ, അപ്പൊ ഞാൻ കാഫറാക്കിയെന്ന ആരോപണം, എന്തിനാ കാഫറാക്കിയത്? പരലോകമല്ല, സ്വർഗവും നരകവും ഇല്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കാൻ, നിങ്ങൾ ഈ വിഷയം പറയുമ്പോൾ ചില വിഷയങ്ങൾ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള അടിസ്ഥാനപരമല്ലാത്ത വിഷയങ്ങൾ എതിർത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ കാഫറാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അടിസ്ഥാനപരമായ വിഷയമല്ല, ഒരു ഫർഈയായ ശാഖാപരമായ ഒരു വിഷയം, പക്ഷെ പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതാണ്. അതൊരുത്തൻ എതിർത്താൽ അവൻ ദീനിന്റെ ഒരു ഭാഗത്തെ എതിർത്തു, അതുകൊണ്ട് അവൻ കാഫറായി എന്ന് മുഹമ്മദുൽ വഹാബ് ഗ്രാമീണരെ കാഫറാക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കാൻ, അല്ല ഈ ശാഖാപരമായ വിഷയത്തെ എതിർത്തവൻ കാഫറാകുമെങ്കിൽ പരലോകമില്ല എന്ന് പറഞ്ഞവനെ ഞാൻ കാഫറാക്കിയാൽ അതെങ്ങനെയാണ് എതിരാവുക? കാരണം അത് ഈമാൻ കാര്യത്തിൽപ്പെട്ട വിഷയമല്ലേ. ഈമാൻ കാര്യത്തിൽപ്പെട്ട വിഷയം അംഗീകരിക്കാത്തവനെ കാഫറാക്കിയപ്പോ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ അതിനേക്കാൾ നിസ്സാരമായ കാര്യത്തിന് ആളുകളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ? അപ്പൊ ഇവിടെ എന്താണ് മുഹമ്മദുൽ വഹാബ് ഇവിടെ എന്താ ചെയ്തത്? ഗ്രാമപ്രദേശം, നമ്മൾ മനസ്സിലാക്കണം, നഗരപ്രദേശത്തിലെ ആൾക്കാരല്ല. ഖുർആനിൽ തന്നെ കാണാം, അറാബികൾ ദീൻ പഠിക്കാൻ കൂടുതൽ ആവശ്യമുള്ളവരാണ്. കാരണം അവർക്ക് ഇങ്ങോട്ട് നബിന്റെ അടുക്കലേക്ക് വഹി കിട്ടുന്ന സ്ഥലത്തേക്ക് വരാനും പഠിക്കാനും സമയം കിട്ടില്ല. അപ്പൊ അവർ പഠിക്കേണ്ടവരാണ്, അന്വേഷിക്കേണ്ടവരാന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളായിട്ട് പോലും അപ്പൊ ഇവർക്ക് ഇതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം, ഈ ഗ്രാമീണരായ ആളുകളാണെങ്കിലും ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെ അവർക്കറിയാം. ഇവിടെ ഖുർആൻ ഉണ്ട് എന്ന് അവർക്കറിയാം. അത് ഇവിടെ തന്നെ പറഞ്ഞു, നഗരത്തിൽ ഖുർആൻ ഉണ്ട് എന്നവർക്കറിയാം. അത് അറിഞ്ഞിട്ട് അത് അന്വേഷിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ശൈഖ് എന്ത് ചെയ്തത്? കാഫറാക്കിയത്. അപ്പൊ എന്താ, ഇവിടെ നിങ്ങൾക്ക് കുതിരുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്നല്ല പറഞ്ഞത്. അപ്പൊ ഇവിടെയും ശൈഖിന്റെ നിലപാട് എന്താണ് എന്നത് വ്യക്തമാണ്. ഇനി
124 പേജ് ഇതേ പുസ്തകം 6-ാം വാള്യം റസായിലു ശഖ്സിയ്യ 19-ാമത്തെ കത്ത്. ഈ കത്ത് ഒരാൾക്കല്ല, കുറേ ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. എല്ലാ മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ എതിർത്ത ശിർക്കിന്റെ ആളുകളായ കുറെ ആളുകളെ പേര് പറഞ്ഞിട്ട് ഇവർക്കെല്ലാവർക്കും കൂടിയുള്ള പ്രത്യേകിച്ച് അവർക്കുള്ള കത്താണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, നമ്മുടെ കാലഘട്ടത്തിൽ, അത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ മക്കയിൽ നബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ്. അതിന്റെ ചുരുക്കം മാത്രം പറയാം. 2 കാരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അമ്പിയാക്കളെയും മലക്കുകളെയുമാണ്, അവരോടാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. എപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത്. വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തോ അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ. എന്നാൽ ഇവര് ബുദ്ധിമുട്ടുള്ള സമയത്ത് അള്ളാഹു അല്ലാത്തവരോടും ചെറിയ കേസിൽ അള്ളാഹുവിനെ വിളിക്കുന്നു. ഇതാണ് കുഴപ്പം. രണ്ടാമത്തേത്, അന്നത്തെ ആളുകൾ നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് മലക്കുകളോടും സാലിഹീങ്ങളായ മനുഷ്യന്മാരെയുമാണ്. എന്നാൽ ഈസാ നബിയോടോ മലക്കുകളോടോ പ്രവാചകന്മാരോടോ തുലനം ചെയ്യാത്ത ഒന്നിനും പറ്റാത്ത മനുഷ്യന്മാരെയാണ് നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. സൗദി അറേബ്യയിൽ ഉള്ള ആളുകൾ ഇന്നും അങ്ങനെ തന്നെ, സമസ്തക്കാരങ്ങനെ തന്നെ. നബിയും ആകാൻ പറ്റില്ല, ഒരു മനുഷ്യൻ പോലും ആകാൻ പറ്റാത്ത ഭ്രാന്തന്മാരെയും വൃത്തിയില്ലാത്തവനെയും നോമ്പൊൽക്കാത്തവനെയും നിസ്കരിക്കാത്തവനെയും നോമ്പുള്ളവനെ മുറിപ്പിക്കുന്നവനെയും ഒക്കെ വലിയാക്കി അവരോട് ദുആ ചെയ്യുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളെക്കാൾ വളരെ മോശപ്പെട്ടവരാണ് എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് അറബ്തും ഹാദ, ഇക്കാര്യം നീ മനസ്സിലാക്കിയാൽ ഫലാ യൻഫഅലൈക്കും, നിങ്ങൾക്ക് അവ്യക്തമാവുകയില്ല, ഭൂമിയെ ശിർക്കുൽ അക്ബർ, അതായത് വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുക എന്ന വലിയ ശിർക്കിൽ നിന്ന് ഭൂമിയെ നിറച്ചതെന്താണ് എന്നത് നിങ്ങൾക്ക് അവ്യക്തമാവുകയില്ല. എന്നാൽ ഭൂമി നിറയെ, നാട് നിറയെ എന്താണ്? വിഗ്രഹാരാധനയാണ്. ഒരാളതാ നബിന്റെ അടുക്കൽ ചെല്ലുന്നു, നബിന്റെ ഖബറെടുക്കൽ. വേറൊരുത്തൻ സുബൈർ, തൽഹ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികളുടെ ഖബറെടുക്കൽ ചെല്ലുന്നു. വേറൊരുത്തൻ സാലിന്റെ അടുക്കൽ ചെല്ലുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പല കോലത്തിലുള്ള ശിർക്കിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ട് പിന്നെ പറയാണ്, ഫൈൻ കുന്തും തൈരിഫൂന അന്ന ഹാദാ മിന ശിർക്കി കഇബാദത്തിൽ അസ്നാമില്ലദി യുഖ്രിജുർ റജുല മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്താക്കുന്ന വിഗ്രഹാരാധന പോലുള്ള ശിർക്കിൽപ്പെട്ട കാര്യങ്ങൾ ആണ് ഇതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഫഖദ് മലൽ ബർറ വൽ ബഹ്റ വശാഅ വദാഅ, കരയിലും കടലിലും ഈ ശിർക്ക് വ്യാപിക്കുകയും പരക്കുകയും ചെയ്തിരിക്കുന്നു. ഹത്താ ഇന്ന കസീറ മിമ്മൻ യഫ്അലുഹു യഖൂമുൽ ലൈല വയസൂമുൻ നഹാറ വയന്തസിബു ഇല സലാഹി വൽ ഇബാദ, എന്നാൽ ഇത്തരം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, ജാറത്തിൽ പോകുക എന്ന് പറയുന്ന ശിർക്കൻ പ്രവൃത്തി ചെയ്യുന്നവരിൽ അധിക പേരും രാത്രി നമസ്കരിക്കുന്നവരും പകല് നോമ്പനുഷ്ഠിക്കുന്നവരും ഞാൻ നല്ല സലാഹ്, നല്ല തെളിച്ചം, ഗുണം നേടിയ ആളാണ്, ഇബാദത്തെടുക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നവരുമാകുന്നു. അപ്പൊ നോമ്പൊൽക്കാത്തവനല്ല, നിസ്കരിക്കാത്തവനല്ല, ഇബാദത്തെടുക്കാത്തവനല്ല, ഇതൊക്കെ ചെയ്യുന്നവൻ തന്നെയാണ് ശിർക്കും ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, ജനങ്ങളിൽ ഇതിനെ വ്യാപിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്തു പറ്റി? വ്യാപിച്ചിട്ടില്ല എന്നാൽ ഇത് ശിർക്കാണെന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല. വതുബയ്യിനു ലഹും അന്ന ഹാദാ കുഫ്റുൻ ബില്ലാഹ്, ഇത് അള്ളാഹുവിനുള്ള കുഫ്റായ പ്രവർത്തനമാണ് എന്ന് ജനങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തതുമില്ല. മുഖ്രിജുൻ അനിൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് എന്നും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല? അപ്പൊ ഈ ശിർക്കിനെ എതിർക്കാത്ത ആളുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അത് എതിർക്കുന്നില്ല? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ? സഹാബികളുടെ ഖബറിനെടുക്ക പോകുന്ന, എന്നാൽ നോമ്പുവെൽക്കുകയും നമസ്കരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഈ ചെയ്യുന്ന പണിയിലൂടെ ശിർക്കിലെത്തിയിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു എന്നാണ് ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർക്കാത്തത് എന്നാണ് അനുകൂലിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതും ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക്, ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഈ നാട്ടിലെ ആളുകളിൽ അധികം ആളുകളുടെ ചെവിയിലും തൗഹീദ് എത്തിയിട്ടില്ല, ശബ്ദമെത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് മുഹമ്മദ് വഹാബ്. ആ പണിയെടുക്കുന്നിടയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് ന്യായം പറയാനില്ല. നിങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പൊൽക്കുന്നു, അപ്പൊ ഖുർആൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് നോമ്പൊൽക്കുന്നത്. പക്ഷെ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വ്യക്തമായ, സുവ്യക്തമായ, തർക്കരഹിതമായ, പ്രാഥമികമായി തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾ ശിർക്കിൽ പോയിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല ഇത് അങ്ങനൊന്നും പഠിപ്പിക്കേണ്ട ഉതിറുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ വക. ചില മനുഷ്യന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ബാപ്പന്റെ പെങ്ങളെ അമ്മായിനെ കല്യാണം കഴിച്ചു, ജഹ്ലം മിൻ പോകും. ഓനറിയില്ല, ഒരു മുസ്ലിമായ ഒരുത്തൻ പെങ്ങളെ കെട്ടാൻ പാടില്ല എന്നോ പഠിച്ചിട്ടില്ല, അമ്മായിനെ കെട്ടാൻ പാടില്ല എന്ന് പഠിച്ചിട്ടില്ല, ഇവരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ സൂറത്തുൻ നിസായിൽ പഠിപ്പിച്ചതാണ്, മഹ്റമായ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരുത്തൻ ഇത് അറിയില്ല, അറിയാതെ ഒരുത്തൻ അമ്മായിനെ കല്യാണം കഴിച്ചു. ഉദാഹരണത്തിന്
കാരണത്തിനല്ലേ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുക, അല്ലെങ്കിൽ അതുപോലെ മഹറമായ ഒരാളെ കല്യാണം കഴിച്ചു. അപ്പൊ ഓന് അറിവില്ലായ്മ കൊണ്ടാണല്ലോ. അറിവില്ലാത്തവർക്കൊക്കെ ഉതിറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ അങ്ങനെ ഓന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം, ഈ പെങ്ങളെ കുട്ടിയാൻ വിവരമില്ലാത്തന്നെ കെട്ടിയ എനിക്ക് ഉതിർപ്പിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നോ എന്ന് പറയോ? അതിൽ കുട്ടി ഉണ്ടായാൽ ഇത് എന്താ സ്ഥിതി? ആ ബന്ധം എന്താണ് അതിന്റെ ഹുക്മ്? അപ്പൊ അദ്ദേഹം ചോദിക്കാൻ, അല്ല അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരുത്തന് അനുവദനീയമാകുമോ ഈ പെങ്ങളെയോ അല്ലെങ്കിൽ അമ്മായിയെയോ കെട്ടിയ ഒരുത്തനെ ഇത് തെറ്റാണ്, അള്ളാഹു ഹറാമാക്കിയ വിവാഹമാണ് എന്ന് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കാതെ അവനെ അങ്ങനെ തന്നെ വിട്ടേക്കൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരുത്തന് അനുവദനീയമാകുമോ? അതല്ല നിങ്ങൾ ഉതിറ് കൊടുക്കുന്നുണ്ടോ? അന്ന നിക്കാഹവും ആളമുമ്പായ അന്നാസുൽ യൗമിൻ ഖബൂരിൽ അംബിയ ഔലിയായി വസഹാബ. അപ്പൊ ഇക്കാര്യത്തിൽ ഉതിറില്ല, ഇവർ അംഗീകരിക്കില്ല. ഓനെ പഠിപ്പിക്കണോ ഇത് തെറ്റാണ്, ഇക്കല്യാണം ശരിയായില്ല, അത് ഫസ്ഖ് ചെയ്യണം എന്നൊക്കെ ഇവര് പറയും. അപ്പോ ഈ ഒരു കാര്യം അല്ലാഹ് പങ്കുചേർക്കലല്ല, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പക്ഷേ അവൻ ഉതിറുകൾ കൊടുക്കുന്നില്ല, ആ കല്യാണങ്ങൾ വേർപെടുത്തുന്നു. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ഖബറിന്റെ ഔലിയാക്കളുടെയും സഹാബത്തിന്റെയും ഖബറിന്റെ അടുക്കൽ പോയി അവരോട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അവർ ചെയ്തു കൂട്ടുന്ന ഇതിനേക്കാൾ ഗുരുതരമായ കാര്യം നിങ്ങൾ എതിർക്കുന്നില്ല. എന്നാൽ പെങ്ങളെ കെട്ടിയത് അത് ശരിയാവില്ല, എപ്പോൾ ഒഴിവാക്കണം എന്ന് നിങ്ങൾ പറയുന്നു. ഫഅലമു അന്നക്കും ലം തഅരിഫു ദീനൽ ഇസ്ലാം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ദീൻ മനസ്സിലായിട്ടില്ല. വലാ ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിപ്പോ നമ്മളെ നാട്ടിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന വിഷയത്തിൽ പോലും ഖുർആൻ ഓതുകയും പഠിക്കുകയും ഖുത്ബ നടത്തുകയും അറബിയിൽ പുസ്തകം എഴുതുകയും അറബി പഠിപ്പിക്കുകയും ഇനി മലയാളം വായിക്കുകയും മലയാളത്തിൽ പുസ്തകം എഴുതുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഉതിറുണ്ട്, അറിവില്ലായ്മയുടെ ആനുകൂല്യമുണ്ട്. അവരെ മുസ്ലിക്കാണെന്ന് പറയാൻ പറ്റൂല, അവരൊക്കെ മുസ്ലിം